وما النصر إلا من عند الله العزيز الحكيم. عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമമായ നാമങ്ങളിൽ അസ്മാഉൽ ഹുസ്നയിൽ അടുത്ത നാമങ്ങൾ അർ-റഹ്മാൻ, അർ-റഹീം എന്നീ രണ്ട് നാമങ്ങളാണ്. അർ-റഹ്മാൻ, അർ-റഹീം ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള രണ്ട് നാമങ്ങളാണ് അർ-റഹ്മാൻ, അർ-റഹീം എന്നുള്ള നാമങ്ങൾ. അർ-റഹ്മാൻ എന്നുള്ളത് നമുക്ക് കാണാം സൂറത്തു ത്വാഹയിലെ 5-ാമത്തെ ആയത്തിൽ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. റഹ്മാൻ അർശിന് മേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു. അതുപോലെ സൂറത്തുൽ ഫുർഖാനിലെ 59-ാമത്തെ ആയത്തിൽ സുമ്മ ഇസ്തവ അലൽ അർശി അർ-റഹ്മാൻ. അർശിന് മേൽ റഹ്മാൻ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. മറിയമിലെ 45-ാമത്തെ സൂറത്തു മറിയമിലെ 45-ാമത്തെ ആയത്തിൽ ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ. റഹ്മാനിൽ നിന്ന് ഒരു ശിക്ഷ നിങ്ങളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ തുടങ്ങി സൂറത്തു റഹ്മാൻ, റഹ്മാൻ അല്ലമൽ ഖുർആൻ ധാരാളം സന്ദർഭങ്ങളിൽ അർ-റഹ്മാൻ എന്നുള്ള നാമം വന്നിട്ടുണ്ട്. അർ-റഹീം എന്നുള്ള നാമം വന്നിട്ടുള്ളത് ഒന്നെങ്കിൽ ഒരു ഖൈദ് വെച്ചുകൊണ്ട്, അതായത് ഇന്നൊരു കൂട്ടർക്കാണ് റഹീം എന്നുള്ളത് ഒരു നിബന്ധന പോലെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് റഹീം എന്നുള്ള നാമം വന്നിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തുൽ അഹ്സാബിലെ 43-ാമത്തെ ആയത്തിൽ വകാന ബിൽ മുഅ്മിനീന റഹീമ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീമാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് എന്ന് ചേർത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ റഹീം എന്നുള്ള പദം വന്നിട്ടുള്ളത് മറ്റേതെങ്കിലും, റഹീം എന്നുള്ള നാമം വന്നിട്ടുള്ളത് മറ്റേതെങ്കിലും ഒരു നാമത്തിനോട് ചേർന്നുകൊണ്ടാണ്. ബസ്മലയിലുള്ളതുപോലെ ഖുർആൻ ആരംഭിച്ചത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനോട് ചേർത്തിട്ടാണ്. അതല്ലെങ്കിൽ അസീസ് റഹീം, അൽ ഗഫൂറുർ റഹീം, അൽ ബർറുർ റഹീം, അത്തവ്വാബുർ റഹീം, അങ്ങനെ വേറെ ഏതെങ്കിലും പേരിനോട് ചേർത്തിട്ടാണ് റഹീം എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു നിബന്ധന വെച്ചിട്ട് മുഅ്മിനീങ്ങളോട്, അല്ലെങ്കിൽ ആ മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട് എന്ന നിലക്ക്, അതല്ലെങ്കിൽ മറ്റൊരു പേരിനോട് ചേർന്നിട്ടാണ് റഹീം എന്നുള്ള പദം വന്നിട്ടുള്ളത്. ഈ രണ്ട് നാമങ്ങളും വളരെയധികം ശ്രേഷ്ഠതയുള്ള, പ്രത്യേകതയുള്ള നാമങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ആരംഭിച്ചിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ ഓരോ സൂറത്തുകളും ആരംഭിച്ചിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൊണ്ടാണ്. അങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ള, ശ്രേഷ്ഠതയുള്ള രണ്ട് നാമങ്ങളാണ് ഈ റഹ്മാൻ, റഹീം എന്നുള്ളത്. ഇനി ഈ രണ്ട് നാമങ്ങളിലും ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണം റഹ്മത്ത്, കാരുണ്യം എന്നുള്ളതാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യം ഉള്ളവൻ, റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യം ചൊരിയുന്നവൻ എന്നെല്ലാം അർത്ഥം. ഇനി എന്താണ് ഈ രണ്ടിലും വരുന്ന ഈ റഹ്മത്ത് എന്നുള്ള സിഫത്തിൽ ഈ രണ്ടു പേരിനെയും വ്യത്യാസമാക്കുന്ന കാര്യം എന്താണ്? റഹ്മാൻ എന്നുള്ളത് അർ-റഹ്മത്തു വസ്ഫുഹു, റഹ്മത്തുള്ളവനാണ് എന്നറിയിക്കുന്നതാണ് റഹ്മാൻ എന്നുള്ള പേര്. അതായത് റഹ്മാൻ എന്ന പേര് പറയുമ്പോൾ റഹ്മത്ത് ഉള്ളവനാണ്, അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് അതിൻ്റെ ആശയം അറിയിക്കുന്നത്. റഹീം എന്ന് പറഞ്ഞാൽ അർ-റാഹിമു ലിഇബാദിഹി, അടിമകളോട് കാരുണ്യം ചൊരിയുന്നവനാണ് എന്നാണ് റഹീം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവനാണ്, റഹീം എന്ന് പറഞ്ഞാൽ അടിമകളോട് കാരുണ്യം ചൊരിയുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. വേറെ രീതിയിൽ പണ്ഡിതന്മാർ ഇതിൻ്റെ ആശയത്തെ അറിയിച്ചത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പൊതുവായിട്ട് കാരുണ്യം കാണിക്കുന്നവൻ എന്നുള്ള അർത്ഥവും, റഹീം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളോട് പരലോകത്ത് പ്രത്യേകമായി കാരുണ്യം കാണിക്കുന്നവൻ എന്ന അർത്ഥവുമാണ്.
കാരണം റഹീം എന്നുള്ള പദം ഖുർആനിൽ, നാമം ഖുർആനിൽ വന്നിടത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വകാന ബിൽ മുഅ്മിനീന റഹീമ, അല്ലെങ്കിൽ ഇന്നഹു ബിഹിം റഊഫുൻ റഹീം, മുഅ്മിനീങ്ങളോട് റഹീമാണ് എന്ന് ചേർത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ റഹ്മാൻ എന്നുള്ള പദത്തെ അർ റഹ്മാനു ബി ഇബാദിഹി എന്നോ റഹ്മാനു ബിൽ മുഅ്മിനീൻ എന്നോ പ്രത്യേകം വന്നിട്ടില്ല. അപ്പോൾ റഹ്മാൻ പൊതുവായിട്ടുള്ള കാരുണ്യമുള്ളവൻ എന്നുള്ള അർത്ഥത്തെയും റഹീം എന്നുള്ളത് കാരുണ്യം ചൊരിയുന്നവൻ എന്നുള്ള അർത്ഥത്തെയുമാണ് അറിയിക്കുന്നത്. ഇനി അർ റഹ്മാൻ എന്നുള്ള നാമം അറബി ഭാഷയിൽ ഫഅലാൻ എന്നുള്ള വസ്നിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അറിയിക്കുന്നത് അസിഫത്തു സാബിതത്തുൽ ലാസിമത്തുൽ കാമില, ഒരാൾക്ക് സ്ഥിരമായി ഉണ്ടാകുന്ന പരിപൂർണതയുള്ള ഒരു വിശേഷണത്തെ അറിയിക്കാനാണ് പൊതുവെ ആ വസ്ന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കാരുണ്യം നിലനിൽക്കുന്ന, അതിൻ്റെ പരിപൂർണതയുള്ള, അതിൻ്റെ വിശാലതയുള്ളവൻ എന്നാണ്. അതിനപ്പുറത്തേക്ക് കാരുണ്യമുള്ള ഒന്നുമില്ല, അതിനപ്പുറത്തേക്ക് കാരുണ്യം നിറഞ്ഞിട്ടുള്ള ഒന്നും തന്നെയില്ല. അതാണ് റഹ്മാൻ എന്നുകൊണ്ട് അറിയിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, ഈ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ഈ കാരുണ്യം എന്നുള്ളത് അത് വിശാലമായ ഒരു കാര്യമാണ്. ആകാശഭൂമികളുള്ള എല്ലാറ്റിനോടും ആ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്നുണ്ട്. ആ കാരുണ്യത്തിലൂടെയാണ് ഒരാൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള, അവർക്കിഷ്ടമുള്ള, അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ലഭിക്കുന്നത്. ആ കാരുണ്യം കൊണ്ടാണ് ഒരാൾക്ക് ദോഷമുണ്ടാകുന്ന, അവന് ഉപദ്രവമുണ്ടാകുന്ന, അവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഗുണം ലഭിക്കുന്നതും ദോഷം തടയുന്നതുമെല്ലാം ഈ കാരുണ്യത്തിൻ്റെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അനന്തരഫലമായിട്ടാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നുള്ളത് സഹോദരങ്ങളെ ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ അള്ളാഹുവിൻ്റെ കോപത്തെ മറികടന്നിട്ടുള്ള, അത്രയധികം വിശാലതയുള്ള, ആകാശഭൂമികളിൽ എല്ലാത്തിലും എല്ലാ സൃഷ്ടികളുടെ മേലെയും നിറഞ്ഞിട്ടുള്ള അത്രയും വിശാലമായിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൃഗങ്ങൾ അവരുടെ മക്കളോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. ഒരു മൃഗം, ഒരു ജന്തുവിൻ്റെ തള്ള അതിൻ്റെ കുട്ടിയോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. പക്ഷേ അവർക്കതുകൊണ്ട് പരലോകത്ത് പ്രതിഫലം പ്രതീക്ഷിക്കാനോ അള്ളാഹു കൽപ്പിച്ച കാര്യമായിട്ടോ അങ്ങനെ ഒന്നുമല്ല. പക്ഷേ അള്ളാഹു തആലയുടെ കാരുണ്യത്തിൻ്റെ ഭാഗമായി അവരിൽ ഇട്ടിട്ടുള്ള കാരുണ്യത്തിൻ്റെ അനന്തരഫലമായി കൊണ്ട് മൃഗങ്ങൾ, മനുഷ്യർ മക്കളോട് കാരുണ്യം കാണിക്കുന്നതിനും ബാക്കിയുള്ളതിനൊക്കെ അവർക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാം. പക്ഷെ അതൊന്നുമില്ലാഞ്ഞിട്ട് കൂടി മൃഗങ്ങൾ അവരുടെ ആ മക്കളോട് കാണിക്കുന്ന കാരുണ്യം, അതും ഈ ആകാശഭൂമികളിൽ നിറഞ്ഞിട്ടുള്ള അള്ളാഹു നൽകിയിട്ടുള്ള കാരുണ്യത്തിൻ്റെ അനന്തരഫലമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു അനന്തരഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശർഅ്, അവൻ്റെ ദീനി നിയമങ്ങൾ അത്രയും എളുപ്പമുള്ളതാക്കിയിട്ട് മനുഷ്യർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവൻ ഏറ്റവും നല്ല രീതിയിൽ സുഖമായി കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഏറ്റവും എളുപ്പമാക്കിയിട്ടുള്ളത്, ഒരു ഞെരുക്കമോ ബുദ്ധിമുട്ടോ ഇല്ലാത്ത അത്രയധികം എളുപ്പമാക്കിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ഈ ഭൂമിയിൽ പൊതുവായി എല്ലാവർക്കും അള്ളാഹു നൽകുന്നുണ്ട്. എന്നാൽ നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിക്കുന്നതാണ്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ലില്ലാഹി മിഅത റഹ്മത്തിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 100 കാരുണ്യങ്ങളുണ്ട്. അഥവാ ചില റിവായത്തിൽ അള്ളാഹു തആല 100 കാരുണ്യത്തെ ഒരുക്കിയിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. അൻസല മിൻഹാ റഹ്മതൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ 100 കാരുണ്യത്തിൽ നിന്ന് ഒന്ന് മാത്രമാണ് ഭൂമിയിൽ ഇറക്കിയിട്ടുള്ളത്. ആ ഒന്ന് ജിന്നുവർഗത്തിനും മനുഷ്യവർഗത്തിനും മൃഗങ്ങൾക്കും പ്രാണികൾക്കും ഇഴജന്തുക്കൾക്കും മത്സ്യത്തിനും എല്ലാ ജന്തു ജീവജാലങ്ങൾക്കും ആ ഒരു കാരുണ്യാണുള്ളത്. ഫീഹാ യതആതഫൂൻ വബിഹാ യതറാഹമൂൻ. ആ ഒരു കാരുണ്യം കൊണ്ടാണ് ഈ മനുഷ്യരും ജിന്നും മൃഗങ്ങളും എല്ലാം പരസ്പരം കാരുണ്യം കാണിക്കുന്നതും കൃപ കാണിക്കുന്നതുമെല്ലാം. വബിഹാ തഅതഫുൽ വഹ്ശു അലാ വലദിഹാ, ഒരു വന്യമൃഗം അതിൻ്റെ കുട്ടിയോട് കാണിക്കുന്ന ഒരു കൃപയും സ്നേഹവുമെല്ലാം ആ ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. വഖറല്ലാഹു 99 റഹ്മ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. ബാക്കി 99 കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇറക്കാത്തത് നാളെ പരലോകത്ത് അവൻ്റെ അടിമകൾക്ക് കാരുണ്യം ചൊരിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കും, അതിൻ്റെ ഒരു വിശാലത ആലോചിച്ച് വയ്ക്കും. ഈ ആകാശഭൂമികളിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, അതിനപ്പുറത്തേക്ക് ജന്തുജീവജാലങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ജിന്നുവർഗമുണ്ട്. അവർക്കെല്ലാവർക്കുമായിട്ട്
അവരിലെല്ലാവരും കാണിക്കുന്ന കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ 100-ൽ 1 മാത്രമാണ്. ബാക്കി 99 എണ്ണവും അള്ളാഹു തആല അവൻ്റെ അടിമകൾക്ക് നാളെ പരലോകത്ത് വെച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുക? ഏത് ഭാഷയിലാണ് അതിനെ മനസ്സിലാക്കി തരാൻ സാധിക്കുക? അത്രയും വിശാലമായിട്ടുള്ള ഒന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നുള്ളത്. അള്ളാഹു തആല പറഞ്ഞു നോക്കൂ, സൂറത്തുൽ അഅറാഫിലെ 156-ാമത്തെ ആയത്തിൽ, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. നാം അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് യുഅ്തൂന സക്കാത്ത്, സക്കാത്ത് നൽകുന്നവർ എന്നുദ്ദേശിക്കുന്നത് എല്ലാവിധ രീതിയിലും സ്വന്തത്തെ പരിശുദ്ധപ്പെടുത്തുന്നവർക്ക്, വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന് ഇത്രയും വിശാലമായ കാരുണ്യം ഉണ്ടായിട്ട് ആ കാരുണ്യത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോവുക എന്നുള്ളെങ്കിൽ എത്ര വലിയൊരു പാപം കൊണ്ടായിരിക്കും അങ്ങനെ ആവുക? എത്ര വലിയൊരു കുറ്റം കൊണ്ടായിരിക്കും ആ കാരുണ്യത്തിൽ നിന്ന് അവൻ പുറത്തു പോവുക? ഇനി സഹോദരങ്ങളെ, എത്രത്തോളമാണോ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതും അവനിലേക്ക് അടുക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും അത്രത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള അവകാശികളായി നാം മാറും. അതിനുള്ള കാരണമാണ് അള്ളാഹുവിനെ അനുസരിക്കൽ. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള കാരണമാണ് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത്. സൂറത്തുൽ അൻആമിലെ 155-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഈ കിതാബ് ബറക്കത്ത് നിറഞ്ഞ കിതാബാണ് നിങ്ങൾക്ക് ഇറക്കിയിട്ടുള്ളത്, നിങ്ങളതിനെ പിൻപറ്റുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ചൊരിയപ്പെട്ടേക്കാം. അപ്പോൾ ഖുർആനിനെ പിൻപറ്റലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലും അള്ളാഹുവിനെ സൂക്ഷിക്കലും അവൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള ഒരു കാരണമാണ്. അതുപോലെ സൂറത്തുൻ നൂറിലെ 56-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വഅതീഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക, സകാത്ത് നൽകുക, റസൂലിനെ അനുസരിക്കുക, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കാരുണ്യം ചൊരിയപ്പെട്ടവരായേക്കാം. സൂറത്തുൽ അഅറാഫിലെ 56-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഇഹ്സാൻ ചെയ്യുന്നവർക്ക്, അവരുടെ കർമ്മങ്ങൾ ഏറ്റവും പരിപൂർണതയിൽ ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യവും വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞേ കാണാം. ഇനി സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ദുനിയാവിൽ നോക്കുകയാണെങ്കിൽ, ദുനിയാവിലെ ഒരാൾ മറ്റൊരാളോട് ഏറ്റവും കാരുണ്യവും സ്നേഹവും കാണിക്കുന്നത് ഒരു ഉമ്മയുടെ മക്കളോടായിരിക്കും. അത് ജന്തുജീവജാലങ്ങളിൽ പോലും അങ്ങനെ കാണുന്നൊരു കാര്യമാണ്. ഒരു ഉമ്മ അതിൻ്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹവും കൃപയും കാരുണ്യവുമാണ് ഒരാൾ മറ്റൊരാളോട് കാണിക്കുന്നതിൽ ഏറ്റവും ശക്തമായിട്ട് ഈ ദുനിയാവിലുള്ളത്. അതിനേക്കാൾ അധികമാണ്, അല്ലെങ്കിൽ അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത അത്ര അധികമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടിമകളോടുള്ള കാരുണ്യം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഖുദിമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബിയിൻ. ഒരിക്കൽ കുറച്ച് യുദ്ധ തടവുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. فإذا امرأة من السبي تبتغي إذا وجدت صبيا في السبي أخذته وألصقته ببطنها وأرضعته. അതിലൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് അതിൻ്റെ കുട്ടിയെ, മുലകുടി പ്രായമുള്ള കുട്ടിയെ തെരഞ്ഞു ഓടി നടന്നിട്ട് അങ്ങനെ തിരയുകയായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ കിട്ടിയപ്പോൾ അതിൻ്റെ ശരീരത്തിനോട് ചേർത്ത് പിടിച്ച്, മാറോട് ചേർത്ത് അതിന് മുലപ്പാൽ കൊടുക്കുകയാണ്. ഫഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, അതറൗന ഹാദിഹിൽ മർഅ താരിഹതൻ വലദഹാ ഫിന്നാർ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കുട്ടി, ഈ പെണ്ണ്, ഈ സ്ത്രീ അതിൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. കാരണം ഒന്ന് തടവുകാരായിട്ട് നിൽക്കുകയാണ്, ആ സമയത്തും കുട്ടി എവിടെയെന്ന് നോക്കി അന്വേഷിച്ച കുട്ടിയെ കിട്ടിയപ്പോൾ ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് മുലപ്പാൽ കൊടുക്കാൻ അത്രയും സ്നേഹവും കാരുണ്യം കാണിക്കുന്ന ആ ഒരു ഉമ്മ ആ കുട്ടിയെ നരകത്തിലേക്ക് അല്ലെങ്കിൽ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു.
ഖുൽന, അപ്പോൾ സഹാബികൾ പറയാൻ ലാ വല്ലാഹി, സഹാബികൾ പറഞ്ഞു ഇല്ല, ഒരിക്കലുമില്ല. വഹിയ തഖ്ദിറു അലാ അൻ ലാ തത്റഹു, അതിന് സാധിക്കില്ല, ആ തീയിലേക്ക് വലിച്ചെറിയാൻ ആ ഉമ്മാക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, ഈ ഉമ്മ ആ കുട്ടിയോട് കാണിക്കുന്ന കാരുണ്യത്തിനേക്കാൾ അടിമകളോട് കാരുണ്യം കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം അത്രയധികം വിശാലമായിട്ടുള്ള ഒന്നാണ്. ആ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഖൈറുകൾ ലഭിക്കുന്നത്, ആ കാരുണ്യം കൊണ്ടാണ് നമുക്കുള്ള ദോഷങ്ങൾ തടയപ്പെടുന്നത്. ഇനി അള്ളാഹു ഈ റഹ്മത്ത് എന്നുള്ളത് അള്ളാഹുലേക്ക് ചേർത്തി പറയുമ്പോൾ അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് റഹ്മത്തുൻ ആമ്മത്തുൻ, പൊതുവായിട്ടുള്ള റഹ്മത്ത്, പൊതുവായിട്ടുള്ള റഹ്മത്ത്, അതായത് എല്ലാവർക്കും, അള്ളാഹുവിനെ അനുസരിക്കുന്നവനാവട്ടെ, ധിക്കരിക്കുന്നവനാവട്ടെ, മുഅ്മിനാവട്ടെ, കാഫിറാകട്ടെ, എല്ലാവർക്കും പൊതുവായിക്കൊണ്ട് അള്ളാഹു കാണിക്കുന്ന കാരുണ്യം. ആ കാരുണ്യത്തെ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഇൽമിനോട് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കാഫിർ ഒരു കാര്യം ചെയ്താലും മുഅ്മിൻ ഒരു കാര്യം ചെയ്താലും അള്ളാഹു അറിയുന്നുണ്ട്. ഒരു അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിലും ധിക്കരിക്കുന്നവനാണെങ്കിലും അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള എല്ലാവർക്കും പൊതുവായി അള്ളാഹു കാണിക്കുന്ന കാരുണ്യവുമുണ്ട്. ഈ ഇൽമിനോട് ചേർത്തി പറഞ്ഞ് ഖുർആനിൽ കാണുന്ന കാരുണ്യം പൊതുവായിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് സൂറത്തുൽ ഗാഫിറിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമാ, റബ്ബേ നിന്റെ കാരുണ്യവും അറിവും എല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കുന്നു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാഫിറാണെങ്കിലും ധിക്കാരിയാണെങ്കിലും എന്ത് വലിയ തെമ്മാടിയാണെങ്കിലും അവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടും വായു നൽകിക്കൊണ്ടും വെള്ളം നൽകിക്കൊണ്ടും ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് അവരോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. രണ്ടാമത്തേത് റഹ്മത്തുൻ ഖാസത്തുൻ, പ്രത്യേകമായിട്ട് അള്ളാഹു കാണിക്കുന്ന റഹ്മത്ത്. അത് അവൻ്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് ഈമാനികമായിട്ടുള്ള ദീനീയായിട്ടുള്ള അതുപോലെ തന്നെ ദുനിയവിലും പരലോകത്തും ഖൈറുകൾ ലഭിക്കുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുന്ന, നന്മകൾ എളുപ്പമാക്കി കൊടുക്കുന്ന അങ്ങനെയുള്ള റഹ്മത്ത് പ്രത്യേകമായി മുഅ്മിനീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നന്മകൾ ചെയ്യാനും അതിൽ തുടരാനും ഹിദായത്തും നരകത്തിൽ നിന്ന് രക്ഷയും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖും എല്ലാം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അത് റഹ്മത്തുൻ ഖാസ, പ്രത്യേകമായിട്ടുള്ള റഹ്മത്താണ്. ഇത്രയും കാര്യങ്ങളാണ് റഹ്മാൻ അർ റഹീം എന്നുള്ള നാമവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്ത നാമങ്ങൾ അൽ ഹയ്യു അൽ ഖയ്യൂം. അൽ ഹയ്യു അൽ ഖയ്യൂം. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിക്കുന്നവൻ എന്നുള്ള അർത്ഥം. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥം. ഈ രണ്ട് നാമങ്ങൾ ഒരുമിച്ച് മുഖ്തരിനായിട്ട് ചേർന്നുകൊണ്ട് ഖുർആനിൽ 3 സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഖുർആനിലെ ഏറ്റവും അഫ്ളലായിട്ടുള്ള ആയത്തായിട്ടുള്ള സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തായിട്ടുള്ള ആയത്തുൽ കുർസിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ സൂറത്തു ആലി ഇമ്രാനിലെ 2-ാമത്തെ ആയത്തിലും അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ഈ 2 നാമങ്ങൾ വന്നിട്ടുണ്ട്. സൂറത്തു ത്വാഹയിലെ 111-ാമത്തെ ആയത്തിൽ വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായിട്ടുള്ള അല്ലാഹുവിന് മുമ്പിൽ എല്ലാ മുഖങ്ങളും കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ അൽ ഹയ്യ് എന്നുള്ള പദം, ഒന്നാമത്തെ നാമം അൽ ഹയ്യ് എന്നുള്ളത്, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള സിഫത്ത് എന്നുള്ളത്, അത് സ്ഥിരപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ വിശേഷണം എന്ന് പറഞ്ഞാൽ അത് അൽ ഹയാത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്നവനാണ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ജീവൻ എന്നുകൊണ്ട് പറഞ്ഞാൽ എങ്ങനെയാണ്? മനുഷ്യരെ പോലെയാണോ? അദമിൽ നിന്നുണ്ടായതാണോ? അഥവാ ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തുടക്കമില്ലാതെ ഇല്ലായ്മയില്ലാതെ എന്നും ജീവിക്കുന്നവനാണ്. അതുപോലെ തന്നെ അവസാനമില്ലാതെ ഒടുക്കമില്ലാതെ എന്നെന്നും ജീവിക്കുന്നവനാണ്. അതാണ് അൽ ഹയ്യ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. ആ ഹയ്യ് എന്ന് പറയുമ്പോൾ, ഹയാത്ത് എന്നുള്ള സിഫത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ
ഒരാൾക്ക് അയാളുടെ ഹയാത്ത് ജീവിതം പരിപൂർണമാകണമെങ്കിൽ ഉണ്ടാകേണ്ടത് എന്താണോ, അതായത് ഒരു ഹയാത്ത് എന്നുള്ള വിശേഷണം ഉണ്ടാവണമെങ്കിൽ അതിനുണ്ടാവേണ്ട പരിപൂർണമായ എല്ലാ കാര്യങ്ങളും ഉള്ളവനാണ് അല്ലാഹു തആല. ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇൽമ് പരിപൂർണമാണ്, അള്ളാഹുവിൻ്റെ സമഅ്, അള്ളാഹുവിൻ്റെ ബസർ, കേൾവി, കാഴ്ച, ഖുദ്റത്ത്, കഴിവ്, ഇറാദത്ത്, ഉദ്ദേശം, അതുപോലെ റഹ്മത്തു, കാരുണ്യം, ഫിഅലു, പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാം പരിപൂർണമായി നിലനിൽക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഹയ്യ് എന്ന് പറഞ്ഞാൽ ഹയാത്ത് സ്ഥിരമായിട്ടുള്ള എന്നാണ് അർത്ഥം. ഇവിടെ ഈ ഹയാത്ത് എന്നുള്ള സിഫത്ത് എന്നെന്നും ഒരുപോലെ നിലനിൽക്കുന്ന ഹയ്യായിട്ടുള്ള എന്നെന്നും ജീവിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് യഥാർത്ഥത്തിൽ ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ. സുജൂദ് ചെയ്യാനും റുക്കൂ ചെയ്യാനും പ്രാർത്ഥിക്കപ്പെടാനും സഹായം തേടപ്പെടാനും ബരമേൽപ്പിക്കാനും എല്ലാത്തിനും യോഗ്യനായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. കാരണം അവൻ ഹയ്യാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, അല്ലാഹു തആല ഖുർആനിൽ പറയാണ് സൂറത്തുൽ ഫുർഖാനിലെ 58-ാമത്തെ ആയത്തിൽ വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, നീ ബരമേൽപ്പിക്കുക അലൽ ഹയ്യ് എന്നെന്നും ജീവിക്കുന്നവനായ അള്ളാഹുവിൻ്റെ മേലെ നീ ബരമേൽപ്പിക്കുക, അല്ലദീ ലാ യമൂത്ത് ഒരിക്കലും മരിക്കാത്തവനായിട്ടുള്ളത്. അപ്പോൾ ഹയ്യായിട്ടുള്ള ഒരാളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ഈ ആയത്തെ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു വലിയൊരു സാമ്പത്തിക ആവശ്യം വന്നു വിചാരിക്കാം. അപ്പോൾ നമുക്കൊരു യജമാനനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊരു മുതലാളി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പണക്കാരനായ സുഹൃത്തുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഒരു 10 മണിക്ക് നമുക്ക് ഇത്ര പണം ആവശ്യമാണ്, അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ അയാളോട് ചോദിച്ചു, അയാൾ പറഞ്ഞു ഞാൻ തരാം, ഒരു പേടിക്കണ്ട, ഞാൻ തരും, നാളെ ഇത്ര മണിക്ക് വന്നാൽ ഞാൻ തരും എന്ന് പറഞ്ഞു വിചാരിക്കും. അപ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാകും, കാരണം അയാൾ തരും എന്നുള്ളത്. എന്നാൽ ആ പൂർണ്ണമായി ആശ്വസിക്കാനോ പൂർണ്ണമായി ബരമേൽപ്പിക്കാനോ പറ്റുന്ന ഒരാളാണോ ഒരു സൃഷ്ടി എന്നുള്ളത്? ചിലപ്പോൾ അതിന് മുമ്പ് എപ്പോൾ ആണെങ്കിലും അയാൾ മരിച്ചു പോവാം. ആ തരാ എന്ന് പറഞ്ഞ ആൾ എപ്പോൾ ആണെങ്കിലും മരിച്ചു പോവാം. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാതെ വരാം. അപ്പോൾ ഏതൊരു കാര്യത്തിനും ബരമേൽപ്പിക്കണമെങ്കിലും ദുആ ചെയ്യണമെങ്കിലും സഹായം ചോദിക്കണമെങ്കിലും നമ്മൾ ആരാധിക്കണമെങ്കിലും ഒക്കെ ആ ആരാധിക്കപ്പെടുന്ന ആൾക്കുണ്ടാകേണ്ട അടിസ്ഥാന ഗുണമാണ് അൽ ഹയ്യ് ആയിരിക്കണം. ഒരിക്കലും മരണം സംഭവിക്കാത്ത ആളായിരിക്കണം. അയാൾ മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ. അങ്ങനെയുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ സൃഷ്ടികൾക്കും ഒരവസാനം ഉണ്ടാകും. വീണ്ടും ഉയർത്തെഴുന്നേറ്റാലും അതിന് മരണം എന്നുള്ള ഒരു കാര്യം പോലെ ഒരു അവസാനം ഉണ്ടാകും. എന്നാൽ മരണമില്ലാതെ എന്നെന്നും നിലനിൽക്കുന്നവനായി ജീവിക്കുന്നവനായി അൽ ഹയ്യായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് മരണപ്പെട്ട ഖബറുകളെയോ അല്ലെങ്കിൽ മനുഷ്യരെയോ അല്ലെങ്കിൽ ജീവൻ തീരെയില്ലാത്ത കല്ലിനെയോ അങ്ങനെയുള്ള എന്തിനെങ്കിലും എങ്ങനെയാണ് ഒരാൾ ആരാധിക്കുക? ഒരു മനുഷ്യനെയോ മറ്റെന്തിനെ ഒരാൾ ആരാധിക്കുക വെച്ചാൽ മരിക്കും. ഖബറിനെ ആരാധിക്കുകയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞതാണ്. കല്ലിനെ ആരാധിക്കുകയാണെങ്കിൽ അതിന് ഹയാത്ത് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. അപ്പോൾ ഈ ഹയ്യ് എന്നുള്ള ഹയാത്ത് എന്നുള്ള വിശേഷണമില്ലാത്ത ഒരാളും അഥവാ അത് പൂർണ്ണമായി നിൽക്കുന്ന ഒന്നും ഇബാദത്തിന് അർഹനല്ല. അത് പൂർണ്ണമായി എപ്പോഴും ഉണ്ടാകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ ക്ഷണിക്കുന്നുണ്ട്. സൂറത്തു ഗാഫിറിലെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹുവൽ ഹയ്യ്, അവൻ ഹയ്യാണ്, എന്നെന്നും ജീവിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതൊരു ഇലാഹില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവനോട് ദുആ ചെയ്യുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക ഇഖ്ലാസോട് കൂടി എന്ന് അല്ലാഹു തആല പറയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞെന്താണ്? അവൻ ഹയ്യാണ് എന്നുള്ളതാണ്. പല ദുആകളിലും ഈ ഹയ്യ് എന്നുള്ള നാമത്തെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്നുള്ള സിഫത്തിനെ പരാമർശിച്ചുകൊണ്ട് ദുആ വന്നിട്ടുണ്ട്. ഒരു ദുആയിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ലക അസ്ലംതു, അള്ളാഹുവെ ഞാൻ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. വബിക ആമൻതു, നിന്നിൽ വിശ്വസിക്കുന്നു. വഅലൈക തവക്കൽതു, നിന്നിൽ ബരമേൽപ്പിക്കുന്നു. വഇലൈക അനബ്തു, നിന്നിലേക്ക് പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുന്നു. വബിക ഖാസംതു, നിന്നെ കൊണ്ടാണ് ഞാൻ തർക്കിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക, അല്ലാഹുവേ നിന്റെ പ്രതാപം കൊണ്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുളില്ലനി, നീ അല്ലാതൊരു ഇലാഹില്ല, നീ എന്നെ വഴികേടിലാക്കരുത്. ആ വഴികേടാക്കുന്നതിൽ നിന്ന്, നീ എന്നെ വഴികേടിലാക്കുന്നതിൽ നിന്ന് രക്ഷ തേടുകയാണ്. അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്,
നീ ഹയ്യാണ്, ഒരിക്കലും മരണമില്ലാത്തവൻ. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, ജിന്ന് വർഗവും മനുഷ്യവർഗവും മരിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. തൗഹീദിനെ ഉറപ്പിക്കുന്ന, അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹനെന്ന് അറിയിക്കുന്ന, ഏത് സന്ദർഭങ്ങളിലും വരമേൽപ്പിക്കാൻ, പരിപൂർണമായി ആശ്രയിക്കാൻ അള്ളാഹു മാത്രമാണുള്ളത് എന്നറിയിക്കുന്ന കാര്യമാണ് അൽ ഹയ്യ് എന്നുള്ളത്. രണ്ടാമത്തെ നാമം പറഞ്ഞത് അൽ ഖയ്യൂം എന്നാണ്. ഖയ്യൂം എന്നുള്ള നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണം അൽ ഖയ്യൂമിയ്യ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, ആ നിയന്ത്രണാധികാരം അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. അള്ളാഹുവിൻ്റെ സ്വന്തത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നത് അവനാണ്. ഈ ഖയ്യൂം എന്നുള്ള നാമം അറിയിക്കുന്ന രണ്ട് കാര്യങ്ങളെ അറിയിക്കുന്നുണ്ട്. ഖയ്യൂം എന്നുള്ള നാമം രണ്ട് കാര്യങ്ങളെ അറിയിക്കുന്നുണ്ട്. ഒന്നാമത്തേത് കമാലു ഗിന റബ്ബി സുബ്ഹാനഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും ഗനിയാണ്, ഐശ്വര്യവാനാണ്, മറ്റൊരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്ത നിരാശ്രയനാണ് എന്നറിയിക്കുന്നുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വന്തത്തെ നിയന്ത്രിക്കാൻ മതിയായവനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഏതൊരു കാര്യത്തിനും അവൻ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ആശ്രയിക്കാതെ അവന് ജീവിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും വസ്തുവാവട്ടെ, വ്യക്തിയാവട്ടെ, ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിന് അവൻ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേറെ ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ ഒന്നിൻ്റെയും ആവശ്യമില്ലാത്ത വിധം നിരാശ്രയനാണ്. സൂറത്തു ഫാത്തിറിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, ഏ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഫഖീറന്മാരാണ്, ആവശ്യക്കാരാണ്, അള്ളാഹു ആണെങ്കിലോ ഗനിയും ഹമീദുമാണ് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നകും ലൻ തബ്ലഗൂ ضري فتضروني ولن تبلغوا نفعي فتنفعوني, നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ഉപകാരം വരുത്താൻ നിങ്ങൾ ഉദ്ദേശിച്ചാലും ശ്രമിച്ചാലും അത് നിങ്ങൾക്ക് പറ്റൂല, എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ ശ്രമിച്ചാലും അതും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് മനുഷ്യരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. രണ്ടാമത്തെ അറിയിക്കുന്നത്, ഖയ്യൂം എന്നുള്ള നാമം അറിയിക്കുന്ന രണ്ടാമത്തെ കാര്യം, കമാലു ഖുദ്റതിഹി വ തദ്ബീരിഹി ലിഹാദിഹിൽ മഖ്ലൂഖാത്ത്, എല്ലാ സൃഷ്ടികളെയും പരിപൂർണമായി നിയന്ത്രിക്കുന്നവനും അതുപോലെ തന്നെ അവരുടെ മേലെ പരിപൂർണമായ അധികാരവും കഴിവുമുള്ളവൻ അള്ളാഹുവാണ്. ഖയ്യൂം എന്നുള്ള നാമം അറിയിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അള്ളാഹു അവൻ്റെ സ്വന്തത്തിൽ വേറൊരാളെയും ആശ്രയിക്കാതെ പരിപൂർണമായ നിരാശ്രയനാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു ആണ് ആകാശഭൂമികൾക്കിടയിലുള്ള അല്ലെങ്കിൽ എല്ലാവിധ സൃഷ്ടികളെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നവനും അവരുടെ മേലെ എല്ലാ അധികാരമുള്ളവനും കഴിവുള്ളവനും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹുവാണ് ഏതൊരു അടിമയെയും പൂർണ്ണമായി അധികാരപ്പെടുത്തിയിട്ടുള്ളത്. അവൻ്റെ അർശിനെ, കുർസിയിനെ, ആകാശങ്ങളെ, ഭൂമിയെ, പർവ്വതങ്ങളെ, വൃക്ഷങ്ങളെ, കടലിനെ, മനുഷ്യരെ, ജിന്നുവർഗത്തെ, ജന്തുജീവജാലങ്ങളെ, ഇവരുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു തആല സൂറത്തുർ റഅദിലെ 33-ാമത്തെ ആയത്തിൽ പറഞ്ഞു നോക്കൂ, അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് വജഅലൂ ലില്ലാഹി ശുറകാ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകളുടെയും എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ? അല്ലെങ്കിൽ അള്ളാഹു അറിയുന്നത് പോലെ വേറെ ആരെങ്കിലും അറിയുമോ? അള്ളാഹുവിനതാ ഒരു പങ്കുകാരെ ഉണ്ടാക്കുന്നു. സൂറത്ത് ഫാത്തിറിലെ 41-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുംസിക്കുസ് സമാവാതി വൽ അർള അൻ തസൂലാ, അള്ളാഹുവാണ് ആകാശഭൂമികളെ അത് നീങ്ങിപ്പോകാതെ അതിനെ പിടിച്ചു നിർത്തുന്നത്. വല ഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദി, അതെങ്ങാനും നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ മറ്റാർക്കെങ്കിലും അതിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി അത് കൃത്യമായ ഏതോ ഒരു രീതിയിൽ അത് സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെതായ കുറച്ച് ചില രീതികളുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ ചില പ്രക്രിയ ഉണ്ട്. അതൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യന് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഏറ്റവും സമ്പന്നനായിക്കോട്ടെ, ഏറ്റവും അധികാരമുള്ളവനാവട്ടെ, ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുവർഗവും മൊത്തം അവൻ്റെ കീഴിൽ അവൻ്റെ സൈന്യമായി ഉള്ള ഒരു രാജാവാകട്ടെ, ആകാശഭൂമികളെ എന്തെങ്കിലും മാറ്റം വന്നാൽ പിടിച്ചു നിർത്താൻ പറ്റുമോ? പറ്റില്ല, ഒരാൾക്കും സാധിക്കില്ല.
അള്ളാഹുവിനെ കൊണ്ടല്ലാതെ വേറൊരാൾക്കും അത് സാധിക്കുകയില്ല. അപ്പം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് അവൻ. സൂറത്തുർ റൂമിലെ 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമിൻ ആയാതിഹി അൻ തഖൂമസ് സമാഉ വൽ അർദു ബിഅംരിഹി. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ട കാര്യമാണ് ഈ ആകാശഭൂമികളെ അവൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു തആല നിയന്ത്രിക്കുന്നു എന്നത്. മനുഷ്യൻ എന്തൊരു അഹങ്കാരി ആലോചിച്ച് നോക്കി. അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിന് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ, അവരൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. എന്ത് വലിയ നന്ദികേടാണ്, എത്ര വലിയ ധിക്കാരിയാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അവർക്ക് ബോധ്യമുള്ള കാര്യമാണ് ഈ ആകാശമോ ഭൂമിയോ സൂര്യനോ ചന്ദ്രനോ ഒന്നും മനുഷ്യരുടെ ഒരാളുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത്. എന്നിട്ടും അള്ളാഹുവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്നു എന്നുള്ളത് നരകമല്ലാതെ അവർക്ക് ശിക്ഷയായിട്ട് വേറൊന്നും നൽകാൻ സാധിക്കില്ല. കാരണം ഇത്രയും ദൃഷ്ടാന്തങ്ങളും തെളിവുകളും നൽകിയിട്ട് നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവർ ശുദ്ധീകരിക്കപ്പെടുക? നരകത്തിൽ കടന്നാൽ പോലും മുശ്രിക്കീങ്ങളും കുഫാറുകളും ശുദ്ധീകരിക്കപ്പെടില്ല. ഇനി അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ള നാമത്തിൻ്റെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽ ഹയ്യ് എന്നുള്ളത് അൽ ജാമിഉ ലി സിഫാത്തി ദാത്ത്, ദാത്തിയായിട്ടുള്ള അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്ന നാമമാണ് അൽ ഹയ്യ് എന്നുള്ളത്. അതായത് ദാത്തിയായിട്ടുള്ളത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കേൾവി, കാഴ്ച, അള്ളാഹുവിൻ്റെ കൈകൾ, അള്ളാഹുവിൻ്റെ അറിവ്, അങ്ങനെ ദാത്തിയായിട്ടുള്ള എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അൽ ഹയ്യ് എന്നുള്ള നാമം. അൽ ഖയ്യൂം എന്നുള്ളത് അൽ ജാമിഉ ലി സിഫാത്തിൽ അഫ്ആൽ, പ്രവർത്തിക്കുന്ന എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്ന നാമമാണ് അൽ ഖയ്യൂം എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ സൃഷ്ടിപ്പ്, ഉപജീവനം നൽകൽ, അതുപോലെ തന്നെ അനുഗ്രഹം ചൊരിയൽ, ജീവിപ്പിക്കൽ, മരിപ്പിക്കൽ, അങ്ങനെ പ്രവർത്തനപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതാണ് ഖയ്യൂം എന്നുള്ളത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഈ രണ്ട് നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ അഅ്ളം, ചോദിച്ചാൽ നൽകപ്പെടുന്ന, ദുആ ചെയ്താൽ ഉത്തരം ചെയ്യപ്പെടുന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായിട്ടുള്ള നാമം അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നാണ് എന്ന് പറയാൻ കാരണം ഈ രണ്ട് നാമങ്ങൾ അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വിശേഷണങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് എന്നതുകൊണ്ടും, അതുപോലെ തന്നെ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഈ നാമങ്ങളെ പ്രത്യേകമായി വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ചില പണ്ഡിതന്മാർ ഈ രണ്ട് നാമങ്ങളാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് പറഞ്ഞത് കാണാം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വ്യക്തി ദുആ ചെയ്യുന്നത് കേട്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യ് യാ ഖയ്യൂം എന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, നിനക്കാണ് എല്ലാ സ്തുതിയും, നീ അല്ലാതെ ഇലാഹില്ല, നീ എല്ലാവിധ അനുഗ്രഹം ചൊരിയുന്നവനാണ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്, യാ ദൽ ജലാലി വൽ ഇക്റാം, എല്ലാവിധ മഹത്വവും ആദരവും ഉള്ളവനെ, യാ ഹയ്യ് യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനെ, എന്നെന്നും എല്ലാം നിയന്ത്രിക്കുന്നവനെ എന്നുള്ള ആ ദുആ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ദഅ അല്ലാഹ ബിസ്മിഹിൽ അഅ്ളം അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ വ ഇദാ സുഇല ബിഹി അഅ്താ. അവൻ തേടിയത് ഇസ്മുല്ലാഹിൽ അഅ്ളം കൊണ്ടാണ്. അങ്ങനെ ഈ ചില ഹദീസുകൾ വന്നതുകൊണ്ടും ഈ പൂർണ്ണമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടും ഈ രണ്ട് നാമങ്ങളാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം ഉൾക്കൊള്ളുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്തെങ്കിലും ഞെരുക്കമോ എന്തെങ്കിലും അതുപോലെ ടെൻഷനോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ഒരു വാക്കാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, എന്നെന്നും ജീവിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം ചോദിക്കുന്നു എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. വഫീ തഅ്സീരി ഖൗലിഹി യാ ഹയ്യ് യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഈ ഒരു വാക്കിൻ്റെ അനന്തരഫലമായിട്ടുള്ളതാണ് في دفع هذا الداء مناسبة بديعة فإن الصفة الحياة متضمنة لجميع صفات الكمال مستلزمة لها وصفة القيومية متضمنة لجميع صفات الأفعال. ഇത് പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹയ്യ് എന്നുള്ളത് എല്ലാ ദാത്തിയായ വിശേഷണങ്ങളെയും, ഖയ്യൂം എന്നുള്ളത് അഫ്ആലിയായ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഈ രണ്ടെണ്ണം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുമ്പോൾ
അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകമായി തേടുമ്പോൾ അതിന് തഅ്തീറൻ ഖാസം ഫി ഇജാബത്തി ദഅവാത്ത് വ കശ്ഫിൽ ഖുർബാത്ത്, അതിന് ഉത്തരം സ്വീകരിക്കപ്പെടാനും ഞെരുക്കങ്ങൾ നീക്കാനും പ്രത്യേകമായിട്ടുള്ള ഒരു ഫലം ഈ വാക്കുകൾ കൊണ്ട് ലഭിക്കാറുണ്ട്. കാരണം ആ ദുആ അത്രയും പ്രത്യേകമായതാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശദീകരിക്കുന്നത്. മുസ്ലിം റഹിമഹുല്ലാ എല്ലാം യാ ഹയ്യ യാ ഖയ്യൂം ആണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ വാക്കുകൾ കൊണ്ടുള്ള ദുആക്ക് പ്രത്യേകം ഒരു ശ്രേഷ്ഠതയുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകം ഉത്തരം ചെയ്യപ്പെടാനും ഞെരുക്കങ്ങൾ നീക്കാനും അതുപോലെ നീങ്ങിപ്പോകാനും എല്ലാം ഉപകാരപ്പെടുന്നതാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ അൽ ഹൈ അൽ ഖയ്യൂം എന്നുള്ള നാമം വളരെയധികം പ്രത്യേകതയുള്ള, നാം വളരെയധികം ചിന്തിക്കേണ്ട, അള്ളാഹുവിൻ്റെ ആ എന്നെന്നും നിലനിൽക്കുന്ന മരണമില്ലാതെ ജീവിക്കുന്നവനാണ് എന്നുള്ളതും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് എന്നുള്ളതും നാം ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അളമത്ത് നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കുന്ന ഏതൊരു കാര്യത്തിനും അള്ളാഹുവിനോട് മാത്രം സഹായം തേടാനും അള്ളാഹുവിന് മാത്രം ഭരമേൽപ്പിക്കാനും. കാരണം ആലോചിച്ച് നോക്കി, എന്നെന്നും ജീവിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരാളോടല്ലാതെ വേറെ ആരെങ്കിലും ഭരമേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരാളോടല്ലാതെ വേറെ ആരെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഒരാളുടെ മേലെ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാത്തിനും പരിപൂർണതയുള്ള ഈ രണ്ട് നാമം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ അറിയുന്നതിലും അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിലും നമ്മുടെ ഇബാദത്തുകളിലും പ്രാർത്ഥനയിലും ഭരമേൽപ്പിക്കലിലും എല്ലാം വലിയ മാറ്റമുണ്ടാക്കും. ഈ രണ്ട് നാമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽ ഉത്തമമായ നാമങ്ങളിൽ എടുത്തു നോക്കുന്ന നാമങ്ങൾ അൽ ഖാലിഖ്, അൽ ഖല്ലാഖ് എന്നീ രണ്ട് നാമങ്ങളാണ്. അൽ ഖാലിഖ്, അൽ ഖല്ലാഖ്, സൃഷ്ടാവ്, സൃഷ്ടി നടത്തുന്നവൻ എന്നെല്ലാമാണ് അതിൻ്റെ ആശയം. ഖാലിഖ് എന്നുള്ള നാമം ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള ഒരു നാമമാണ്. സൂറത്തുൽ ഹശറിലെ 24-ാമത്തെ ആയത്തിൽ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അതുപോലെ സൂറത്തുൽ സുമറിലെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്. അതുപോലെ ഖല്ലാഖ് എന്നുള്ള പദം ഖാലിഖ് എന്നുള്ളതിൻ്റെ സീഗത്തുൽ മുബാലഗ എന്ന് പറയും അറബിയിൽ, അതായത് ധാരാളം സൃഷ്ടി നടത്തുന്നവൻ എന്നുള്ള ആശയം. അത് ഖുർആനിൽ 2 സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ ഹിജ്റിലെ 86-ാമത്തെ ആയത്തിൽ ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, തീർച്ചയായിട്ടും നിൻ്റെ റബ്ബ് സൃഷ്ടിക്കുന്നവനും അതുപോലെ എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ളവനുമാണ്. സൂറത്തു യാസീനിലെ 81-ാമത്തെ ആയത്തിലും ബല വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് ഖല്ലാഖ് എന്നുള്ള നാമം 2 സ്ഥലങ്ങളിൽ അലീം എന്നുള്ള നാമത്തിനോട് ചേർന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അൽ ഖാലിഖ്, അൽ ഖല്ലാഖ് എന്നീ നാമങ്ങളിലെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്ത് അൽ ഖൽഖാണ്, സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളതാണ്. ആ സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളതിനെ 2 ആശയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഈജാദു ശൈഇ വ ഇബ്ദാഉഹു അലാ ഗൈരി മിസാലിൻ സാബിഖ്, ഒരു മുൻ മാതൃകയുമില്ലാതെ ഒരു കാര്യത്തെ പുതുതായി പടച്ചുണ്ടാക്കുക എന്നുള്ളത്. ഒരു മുൻ മാതൃകയില്ലാതെ മുൻപില്ലാത്തൊരു കാര്യത്തെ പുതുതായി പടച്ചുണ്ടാക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിലെ 71-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവർ മനസ്സിലാക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ലേ, അവർക്ക് കന്നുകാലികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നാം സൃഷ്ടിച്ചു കൊടുത്ത്, നമ്മുടെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു കൊടുത്തത് അവർ അധികാരപ്പെടുത്തുന്നത് കണ്ടിട്ടില്ലേ. സൂറത്തുൽ ഖമറിലെ 49-ാമത്തെ ആയത്തിൽ ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദരിൻ, എല്ലാ കാര്യത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു കണക്കനുസരിച്ചാണ്, ഒരളവനുസരിച്ചിട്ടാണ്. അതുപോലെ സൂറത്തുൽ അംബിയയിലെ 104-ാമത്തെ ആയത്തിൽ കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു, ആദ്യത്തെ സൃഷ്ടി നാം ആരംഭിച്ചതുപോലെ തന്നെ അതിനെ വീണ്ടും കൊണ്ടുവരുന്നതാണ്, മടക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ ആശയത്തിൽ ധാരാളം ആയത്തുകളുണ്ട്. അതായത് മുൻപില്ലാത്തൊരു കാര്യത്തെ, ഒരു മാതൃകയും ഇല്ലാത്തൊരു കാര്യത്തെ പുതുതായി പടച്ചുണ്ടാക്കുക എന്നുള്ളത്. 2-ാമത്തെ ആശയം ഖൽഖുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ബിമഅന അത്തഖ്ദീർ, ഒരു കാര്യം നിർണയിക്കുക, ഒരുക്കുക,
മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഒരു വസ്തു, കുറേ വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കുന്നു, ആ രീതിയിൽ നിർണയിക്കുക, ഒരുക്കുക എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ആ ഖലഖ എന്നുള്ള പദം ഉപയോഗിച്ച് മനുഷ്യരോട് പറയുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്തിലെ 17-ാമത്തെ ആയത്തിൽ കാണാം, വതഖ്ലുഖൂന ഇഫ്കൻ, നിങ്ങൾ കള്ള ആരോപണം ഉണ്ടാക്കുകയാണോ, അതായത് കെട്ടിച്ചമക്കുകയാണോ എന്നുള്ള അർത്ഥത്തിൽ. അഥവാ ഒരു കാര്യത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുക, ആ അർത്ഥത്തിലും ഖൽഖ് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. മനുഷ്യനൊരു സാധനത്തെ ഒരു കോലത്തിൽ നിന്ന് വേറൊന്നിലേക്ക് മാറ്റുമ്പോൾ അതിനെയും ഖൽഖ് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. അതിന് വേറൊരു തെളിവാണ് ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ധാരാളം ആയത്തുകളുണ്ട്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ അല്ലെങ്കിൽ സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള അല്ലാഹു ബറക്കത്ത് നിറഞ്ഞവനാണ്. അവിടെ പദം നോക്ക്, അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമൻ. അപ്പോൾ അല്ലാഹു അല്ലാതെ വേറെ സൃഷ്ടാവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല, അത് രണ്ടാമത് പറഞ്ഞ ഖൽഖിൻ്റെ അർത്ഥത്തിലാണ്. അഥവാ ഒരു തഖ്ദീർ ചെയ്യുന്ന, നിർണയിക്കുന്ന, രൂപം മാറ്റുന്ന, ആ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ആളുകളിൽ അള്ളാഹുവാണ് ഏറ്റവും ഉത്തമൻ. അപ്പോൾ സൃഷ്ടികൾ എന്തെങ്കിലും, മനുഷ്യന്മാർ എന്തെങ്കിലും ഒരു സാധനം ഒരു കോലത്തിൽ നിന്ന് മാറ്റി വേറൊരു കോലത്തിലേക്ക് ആക്കുന്നതിന് ഈ പദം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ അള്ളാഹുവാണ് ഉത്തമൻ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ രണ്ട് ആശയത്തിൽ മനസ്സിലാക്കണം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണെന്ന് പറയുമ്പോൾ എന്താണ്? നാം ആദ്യം പറഞ്ഞ അർത്ഥമാണ്. അഥവാ ഒരു മുൻമാതൃകയുമില്ലാതെ, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു സാധനത്തെ പുതുതായി ഉണ്ടാക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യരിപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, രൂപം മാറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഒക്കെ വേറൊരു കാര്യത്തിനെ കൂട്ടിച്ചേർന്നുകൊണ്ടോ, പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടോ, അല്ലെങ്കിൽ വേറൊരു കാര്യം ഉള്ളതിനെ രൂപം മാറ്റിക്കൊണ്ടോ ഒക്കെയാണ്. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു സാധനത്തിനെ ഉണ്ടാക്കാൻ മനുഷ്യന് പറ്റുമോ? പറ്റൂല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല സൂറത്തുൽ ഫാത്തിറിൽ ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു സൃഷ്ടാവുണ്ടോ? ഇതുപോലെ ഒന്നും മുൻമാതൃകയില്ലാതെ സൃഷ്ടിപ്പ് നടത്താൻ വേറെ ആരെങ്കിലും ഉണ്ടോ? സൂറത്തുൽ ലുഖ്മാനിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹാദാ ഖൽഖുല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ എല്ലാം കാണിച്ച്, അള്ളാഹു അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അള്ളാഹു അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ അള്ളാഹു പറയാണ്, ഹാദാ ഖൽഖുല്ലാഹ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും സൃഷ്ടിച്ച എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ കാണിച്ചു തരൂ. ഒരു സൃഷ്ടാവിനെ കാണിച്ചു തരണം എന്നല്ല, അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച എന്തെങ്കിലും ഒരു കാര്യത്തെ കാണിച്ചു തരൂ എന്ന് ശിർക്ക് ആരോപിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളോടുള്ള അവരുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന ചോദ്യമായി അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തൗഹീദ് ഉറക്കാൻ, അതുപോലെ തന്നെ അള്ളാഹു മാത്രമാണ് മഅബൂദ്, ഇബാദത്തിന് അർഹൻ എന്ന് ഒരു സംശയവുമില്ലാതെ ബോധ്യപ്പെടുന്നൊരു കാര്യമാണ് അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നുള്ളത്. അതായത് ആരാധിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? സൃഷ്ടാവായിരിക്കണം. നമ്മളെ സൃഷ്ടിച്ചവനേക്കാൾ വേറെ ആരാണ് നമ്മൾ ഇബാദത്ത് ചെയ്യാൻ അർഹനായിട്ടുള്ളത്? ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിശേഷണം പറഞ്ഞുകൊണ്ട്, ഈ ഒരു നാമം പറഞ്ഞുകൊണ്ട് തൗഹീദിനെ സ്ഥാപിക്കുന്ന, ശിർക്കിന്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ഒരു ആയത്ത് നോക്കൂ, സൂറത്തുൽ ഹജ്ജിലെ 73-74 ആയത്തുകൾ. അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ദുരിബ മസലുൻ ഫസ്തമിഊ ലഹ്, ഞാൻ നിങ്ങൾക്കൊരു ഉപമ വിവരിച്ചു തരികയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖൂ ദുബാബ വലൗ ഇജ്തമഊ ലഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല, സൃഷ്ടിക്കുകയുമില്ല. അവരൊരു ഈച്ച, ജന്തുക്കളിലും ജീവികളും പ്രാണികളിലും ഒക്കെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു ജീവിയാണ് ഈച്ച. ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിക്കുന്നില്ല. വലൗ ഇജ്തമഊ ലഹ്, ഇനി നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ഇലാഹുകളോ അല്ലെങ്കിൽ എല്ലാവരും, എല്ലാ സൃഷ്ടികളും കൂടി ഒരുമിച്ച് കൂടിയാൽ പോലും അതിനവർക്ക് സാധിക്കില്ല. വഇൻ യസ്ലുബുഹുമുദ്ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു, ഇനി പോട്ടെ, ഒരു ഈച്ചയെ സൃഷ്ടിക്കുന്നത് പോട്ടെ,
ഒരു ഈച്ച നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോയാൽ അതിനെ തിരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ കൂടി സാധിക്കുകയില്ല. ഒരു ഈച്ച നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചത് എടുക്കാൻ കൂടി നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് ചില ശാസ്ത്രപരമായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്നവർ ഇതിനെപ്പറ്റി ഒരു കാര്യം പറയാറുള്ളത്, ഈ ഈച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈച്ച എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അതിൻ്റെ അംശം വലിച്ചെടുക്കുകയാണെങ്കിൽ അത് നേരിട്ട് അതിൻ്റെ രക്തത്തിൽ ലയിച്ചു പോകും. അത് പിന്നെ കയ്യിലെടുക്കുന്ന പോലെ മറ്റുള്ള ഏതെങ്കിലും ജീവി എടുക്കുന്ന പോലെയോ ഒന്നും അങ്ങനെ എടുക്കുകയില്ല എന്നുള്ളതൊക്കെ പറയാൻ കാണാം. അല്ലാഹു അലം. എന്നിരുന്നാലും ആ ഒരു ഈച്ച നിങ്ങളിൽ നിന്ന് എടുക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു അതിനെ തിരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പോലും സാധിക്കില്ല. എന്നിട്ട് പറയാണ് ളഅഫത്താലിബു വൽ മത്ലൂബ്, തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലനാണ്. അതായത് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന, അള്ളാഹു അല്ലാതെ ആരെ ഇബാദത്ത് ചെയ്താലും അത് എത്ര വലിയ സ്വാലിഹാണെങ്കിലും നബിയാണെങ്കിലും മലക്കാണെങ്കിലും ആരാണെങ്കിലും തന്നെ അവരൊരിക്കലും ഖാലിഖാവില്ല, അവർക്കൊന്നിനെയും സൃഷ്ടിക്കാൻ സാധിക്കില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ ശിർക്കിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ് മാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. ഈ മുശ്രിക്കീങ്ങൾ, ശിർക്ക് ചെയ്യുന്നവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കുന്നില്ല, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഖൽഖ്, സൃഷ്ടിപ്പ്, ഖാലിഖ് എന്നുള്ള വിശേഷണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്നറിയിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു വിശേഷണമാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ തന്നെ, സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അള്ളാഹു തആല വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്, വെറുതെ നിരർത്ഥകമായി, കളിയായി, തമാശയായി, ഒരു ഉദ്ദേശവുമില്ലാതെയല്ല നാം സൃഷ്ടിപ്പ് നടത്തിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നോക്കൂ, സൂറത്തുൽ അംബിയായിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകൾ. വമാ ഖലഖനസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശങ്ങളെയോ ഭൂമിയെയോ നാം ഒരു കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടില്ല. ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ ലത്തഖ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. നമുക്കൊരു കളിയും വിനോദമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരുക്കണം എന്നാണ് ഉദ്ദേശമെന്നിരുന്നെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാമായിരുന്നു എന്ന് അല്ലാഹു പറയാണ്. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാതിൽ ഫയദ്മഗുഹു ഫഇദാ ഹുവ സാഹിഖ് വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ. അല്ലാഹു ഇദാ ഹഖിനെ കൊണ്ട് ബാത്തിലിന്റെ നേരെ എറിയുന്നു, അങ്ങനെ ബാത്തില് നിഷ്ഫലമായി തകർന്നു പോകുന്നു. അതായത് ഒരു ലക്ഷ്യം, ഒരു ഹഖ് ഈ ആകാശഭൂമികളെ സൃഷ്ടിപ്പിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് അള്ളാഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്തുൽ മുഅ്മിനൂനിലെ 115, 116 ആയത്തുകൾ. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, കരുതിയിരിക്കുകയാണോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നമ്മിലേക്ക് മടക്കപ്പെടില്ല എന്ന്. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്. അത്യുന്നതനായ അള്ളാഹുവാണ് യഥാർത്ഥത്തിലുള്ള അധികാരി, മലിക്. ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. അള്ളാഹു അല്ലാതൊരു ഇലാഹില്ല, അവൻ അർശിന്റെ കരീമായ അർശിന്റെ റബ്ബാണ് എന്ന്. ഇവിടെ ഈ ചോദ്യം അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ എന്നുള്ള ചോദ്യം ഈ സൂറത്തുൽ മുഅ്മിനൂനിന്റെ ഒരു സിയാഖിൽ, അഥവാ പരലോകത്തെ വിചാരണ, അതുപോലെയുള്ള കാര്യങ്ങൾ, അവസാനം നരകം, അതുപോലെ ഓരോ മരണം മുതൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നരകാവകാശികളോടുള്ള ചോദ്യമായിട്ടാണ് ഇത് വരുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതായത് ഈ ചോദ്യം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നാളെ നരകത്തിൽ കിടക്കുന്ന ആളുകളോടാണ് ചോദിക്കുക. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ. നിങ്ങൾ കരുതിപ്പോയോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്നുള്ള ആ ചോദ്യം. ഇവിടെയൊക്കെ സൃഷ്ടിപ്പിനെ പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലക്ഷ്യത്തെ പറ്റി പറയുന്നത്. ഇനി സൃഷ്ടിപ്പിനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതും അറിയിച്ചിട്ടുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ, കിതാബിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ സൂറത്തു തലാഖിന്റെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അല്ലാഹുവിനെ കുറിച്ച് അറിയാനാണ്. സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ സൃഷ്ടിച്ചിട്ട് തന്നെയില്ല, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പോൾ സൃഷ്ടിപ്പിനെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു ഉദ്ദേശമുണ്ട് എന്നും അതിനൊരു ലക്ഷ്യമുണ്ട് എന്നും അതിനു പിന്നിലൊരു കാരണമുണ്ട് എന്നും അത് അള്ളാഹുവിനെ അറിയലും
അവനെ മാത്രം ആരാധിക്കലുമാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തി. ഇനി സഹോദരങ്ങളെ, ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ തെറ്റിപ്പോയത് കാണാം. അതായത് അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് അംഗീകരിച്ചിട്ട് തന്നെ, അള്ളാഹുവാണ് സൃഷ്ടാവ്, അവൻ മാത്രമാണ് സൃഷ്ടാവ് എന്ന് അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ആ അള്ളാഹു എന്തിനാണോ സൃഷ്ടിപ്പ് നടത്തിയത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാതെ അള്ളാഹു അല്ലാതെ മറ്റുള്ളവരിലേക്ക് ആരാധനകൾ വകവെച്ചു കൊടുക്കുന്ന ധാരാളം ആളുകളെ കാണാം. അവരെ പറ്റി അള്ളാഹു തആല പറഞ്ഞ എന്താ അറിയോ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനായിക്കൊണ്ടല്ലാതെ. അപ്പോൾ ആളുകളെ പറ്റി ഒരു കാര്യം എന്ത് പറഞ്ഞു? അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, അവർക്ക് ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമതെന്ന് പറഞ്ഞു അവർ ശിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈമാനും ശിർക്കും കൂടി അങ്ങനെ ഒരുമിച്ച് വരിക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മിൻ ഈമാനിഹിം, അവരുടെ ഈമാനിൽപ്പെട്ട കാര്യമാണ് ഇദാ ഖീല ലഹും, അവരോട് ചോദിക്കപ്പെട്ടാൽ മൻ ഖലഖസ് സമാ വമൻ ഖലഖൽ അർദ് വമൻ ഖലഖൽ ജിബാൽ, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ആരാണ് പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ ഖാലു അല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്. വഹും മുശ്രികൂൻ, അവർ മുശ്രിക്കീങ്ങളാണ് താനും. കാരണം അവർ അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഇഖ്രിമ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് പറഞ്ഞു, തസ്അലുഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ഫയഖൂലൂന അല്ലാഹ്, നീ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവരോട് ചോദിക്കുകയാണ് ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്, അവർ പറയും അല്ലാഹുവാണ്. ഫദാക ഈമാനുഹും ബില്ലാഹ്, അത് അവർക്ക് അല്ലാഹുവിലെ വിശ്വാസമാണ്. വഹും യഅ്ബുദൂന ഗൈറഹു, അവർ അല്ലാഹുവിനെ അല്ലാതെ മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നു, അത് ശിർക്കുമാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹുവാണ് സൃഷ്ടാവ് എന്ന് അംഗീകരിക്കുന്ന ഒരാൾ, അവനിൽ നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ധാരാളം ആളുകൾ പിഴച്ചുപോയത് കാണാം. നമുക്കറിയാം, മുസ്ലിം പേരുള്ള ആളുകൾ അവർ അള്ളാഹുവാണ് സൃഷ്ടാവിനെ അംഗീകരിക്കുന്നുണ്ടാവും. പക്ഷെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഖബറിൻ്റെ അടുക്കലോ ജാറത്തിൻ്റെ അടുക്കലോ വലിയിൻ്റെ അടുക്കലോ സ്വാലിഹീൻ്റെ അടുക്കലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മരണപ്പെട്ടു പോയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മരത്തിൻ്റെ മുമ്പിലോ കല്ലിൻ്റെ മുമ്പിലോ അവരുടെ ദുഃഖങ്ങൾ പറയാനും അവർ പ്രാർത്ഥിക്കാനും സഹായം തേടാനും അവരിടനിലക്കാരായി വെക്കാനും എല്ലാം നമ്മുടെ നാടുകളിൽ ധാരാളം കാണുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളോട് പോലും ഈ കാര്യം ആവർത്തിച്ച് ചോദിച്ച് ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളെ കാണാം. നോക്കൂ, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. അല്ലാഹു പറയാണ്, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, സൂര്യചന്ദ്രനെ നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ അവർ പറയും അത് അല്ലാഹുവാണ്. എന്നിട്ട് പറയാണ് ഫഅന്നാ യുഫകൂൻ, അല്ലാഹു ചോദിക്കുകയാണ് പിന്നെ എങ്ങനെ അവർ തെറ്റിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അവർ അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ളവരെ ആരാധിക്കുന്നത് എന്ന് സൂറത്തുൽ അൻകബൂത്തിലെ 61-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാം. അതുപോലെ ധാരാളം ആയത്തുകൾ സൂറത്തുൽ ലുഖ്മാനിലെ 25-ാമത്തെ ആയത്തിൽ വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ് ഖുൽ അൽഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ, അവർ അല്ലാഹു ആണെന്ന് പറയും. ആരാണ് സൃഷ്ടാവ് ചോദിച്ചാൽ അവരെന്താണ് മനസ്സിലാക്കാത്തത്. അതുപോലെ ധാരാളം ആയത്തുകൾ അള്ളാഹു ഈ കാര്യത്തെ പറയുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ അൻആമിലെ 1-ാമത്തെ ആയത്ത് നോക്കൂ, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വജഅല അദ്ദുലുമാതി വന്നൂർ, ആകാശങ്ങളെയും ഭൂമിയെയും ഇരുട്ടിനെയും പ്രകാശത്തെയും വെളിച്ചത്തിനെയും സൃഷ്ടിച്ച അല്ലാഹുവിന് സ്തുതി. സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ, എന്നിട്ടതാ കുഫാറുകൾ അവരുടെ റബ്ബിൽ സമന്മാരെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദലു ബി മിൻ ഖൽഖി അൽ ഹിജാറ വൽ അസ്നാം ബഅദ അൻ അഖറു ബിനിഅമതി വറുബൂബിയതി. അല്ലാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൃഷ്ടികളായിട്ടുള്ള കല്ലിനെയും മരത്തിനെയും എല്ലാം അവരെനിക്ക് സമന്മാരാക്കുന്നു, അവരെൻ്റെ റുബൂബിയത്തും എൻ്റെ അനുഗ്രഹങ്ങളും അംഗീകരിച്ചതിന് ശേഷമാണ് അവർ അത് ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടാവ് എന്ന് അവർ അംഗീകരിക്കുന്നു എന്നിരിക്കെ പിന്നെ അവർ ഈ ചെയ്യുന്ന ശിർക്കിന് എന്ത് അടിസ്ഥാനമുള്ളത്? അവരുടെ ആലോചിച്ച് നോക്കി, ഏറ്റവും തലതിരിഞ്ഞു പോയ ബുദ്ധി ഉണ്ടാവുക ഷിർക്കിൻ്റെ ആളുകൾക്കായിരിക്കും. കാരണം ഈ സൃഷ്ടാവും നിയന്താവുമായിട്ടുള്ള അള്ളാഹുവിനെ വിട്ടിട്ടാണ് അവർ ദുർബലരായിട്ടുള്ള സൃഷ്ടികളുടെ അടുക്കിലേക്ക് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്തുർ റൂമിലെ 40-ാമത്തെ ആയത്തിൽ. അള്ളാഹു പറയാണ്, അല്ലാഹുല്ലദീ ഖലഖകും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ റസഖകും, പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ ഉപജീവനം നൽകിയത്. സുമ്മ യുമീതുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നത്. സുമ്മ യുഹീകും, പിന്നെ വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുൽ പങ്കു ചേർക്കുന്ന പങ്കുകാരിൽ ആരെങ്കിലും ഉണ്ടോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ആരെങ്കിലും ഉണ്ടോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഏതെങ്കിലും അള്ളാഹുവിന് പുറമെ ആളുകൾ ആരാധിക്കുന്ന ഏത് ഇലാഹിനെടുത്തോളെ അവർക്ക് സൃഷ്ടിക്കാനോ ഉപജീവനം നൽകാനോ മരിപ്പിക്കാനോ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാനോ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിലല്ല അധികാരമുണ്ടോ? അള്ളാഹു തൊട്ടടുത്ത് പറയാ, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അള്ളാഹു പരിശുദ്ധനത്രേ, അവർ പങ്കു ചേർക്കുന്നവനിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. ഒരാൾക്കും സാധിക്കില്ല. അപ്പോൾ മുശ്രിക്കീങ്ങളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ തലതിരിഞ്ഞു പോയിട്ടുള്ള ഒരു ബുദ്ധിയാണ്. അതുകൊണ്ടാണ് അവർ ഈ ശിർക്കിൻ്റെ അകത്ത് അകപ്പെട്ടു പോയിട്ടുള്ളത്. അല്ലാഹു തആല ചോദിക്കുന്ന വേറെയും ചില ചോദ്യങ്ങൾ കാണാം. സൂറത്തുൻ നംലിലെ 59-60 ആയത്തുകളിൽ അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നവരെ ആണോ അള്ളാഹു ആണോ ഖൈറായിട്ടുള്ളത്? അള്ളാഹു അല്ലേ ഖൈറായിട്ടുള്ളത്? അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്, അള്ളാഹു ആരാണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്. വഅൻസല ലക്കും മിനസ് സമാഇ മാഅ, അവൻ ആകാശത്തിൽ നിങ്ങൾക്ക് വെള്ളമിറക്കിയവനാണ്, മഴയിറക്കിയവനാണ്. ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ, അങ്ങനെ ആ മഴ ഇറക്കി ആ വെള്ളം കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള തോട്ടങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒരുക്കിയവനാണ്. മാ കാന ലക്കും അൻ തുംബിതു ഷജറഹ, നിങ്ങൾക്ക് ഒരു വൃക്ഷത്തെയും ഭൂമിയിൽ നിന്ന് മുളപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് കഴിയില്ല. ഒരു ചെടി മുളപ്പിക്കാൻ ഏതൊരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അഇലാഹും മഅല്ലാഹ്, ആ അള്ളാഹുവിനോടൊപ്പം വേറൊരു ഇലാഹോ? ആ അള്ളാഹുവിനോടൊപ്പം വേറൊരു ഇലാഹോ? ബൽഹും ഖൗമു യഅ്ദിലൂൻ, അവർ പരിധി വിട്ട അതിൽ ലംഘിച്ച ഒരു സമൂഹമാണ് എന്ന് മുശ്രിക്കീങ്ങളെ പറ്റി പറയുകയാണ്. അപ്പോൾ അള്ളാഹു ഖാലിഖാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ രണ്ട് ആശയം മനസ്സിലാക്കണം. ഒന്ന്, മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ എന്നുള്ള ആശയവും. രണ്ട്, തഖ്ദീർ, ഒരു കാര്യത്തെ ഒരുക്കുന്നവൻ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നവൻ. അത് സൃഷ്ടികളെ പറ്റിയും പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണെന്ന് പറയുമ്പോൾ മുൻമാതൃകയില്ലാതെ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇനി ശിർക്കിന്റെ നിരർത്ഥകത അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിപ്പ് വെച്ച് തന്നെ തെളിയിക്കുന്ന 1-2 ആയത്തുകളാണ്. സൂറത്തുൽ അറാഫിലെ 191-92 ആയത്തുകൾ. അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണോ? ഒന്നിനെയും സൃഷ്ടിക്കാത്ത സൃഷ്ടിക്കപ്പെട്ടവരായിട്ടുള്ളവരെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുസ്ലിം പേരുള്ള ആളുകൾ അവരെത്രയോ ജാറങ്ങളിൽ പോകുന്നവരുണ്ട്, ഓരോ മരത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നവരുണ്ട്, കല്ലിൻ്റെ അടുക്കിലേക്ക് പോകുന്നവരുണ്ട്. ചില പിന്നെ വാർത്തകളിൽ നമുക്ക് കാണാം, പിന്നെ അമ്പലങ്ങളിൽ പോലും പോയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ, മുസ്ലിം പേരുള്ള ആളുകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയും എത്രത്തോളം നിരർത്ഥകതയാണിത് എന്ന്. എത്രത്തോളം അള്ളാഹു ചോദിക്കുകയാണ്, ഒരു സൃഷ്ടിപ്പും നടത്താത്ത എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ വസ്തുക്കളെയോ വ്യക്തികളെയാണോ നിങ്ങൾ പങ്കു ചേർക്കുന്നത് അള്ളാഹുവിൽ? എന്നിട്ട് പറയാണ്, വലാ യസ്തതീഉന ലഹും നസ്റൻ വലാ അൻഫുസഹും യൻസുറൂൻ, അവർക്കൊരു സഹായം ചെയ്യാൻ പറ്റൂല. അവർക്ക് അവരുടെ സ്വന്തത്തിന് തന്നെ സഹായം ചെയ്യാൻ സാധിക്കൂല. അവരുടെ സ്വന്തത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ഇപ്പോൾ ഒരാൾക്കൊരു പിന്നെ ഒരു വലിയൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണെന്ന് വിചാരിച്ചോട്ടെ, അയാൾക്ക് വന്ന് എന്തെങ്കിലും രോഗം മാറ്റാൻ അയാളെ കൊണ്ട് സാധിക്കുമോ? അയാൾക്ക് സാധിക്കുമെങ്കിൽ രോഗം വരില്ലല്ലോ, അല്ലെങ്കിൽ അയാൾ മരിക്കൂലല്ലോ. അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സാധിക്കില്ല. മറ്റൊരു ആയത്ത് സൂറത്തുൽ അറാഫിൽ തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ഇബാദുൻ അംസാലുക്കും. ഈ ആയത്ത് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്നവരൊക്കെ നിങ്ങളെപ്പോലെ തന്നെയുള്ള അടിമകളാണ്. ഇപ്പോൾ വേറൊരു ആളുടെ ഖബറിൽ പോയിട്ട് ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിലും നല്ലത് അവൻ സ്വന്തത്തിനോട് തന്നെ പ്രാർത്ഥിക്കലാണ്. കാരണം അവരെന്താണ്? നിങ്ങളെപ്പോലെ അടിമകൾ തന്നെയാണ്. ഫദ്ഊഹും ഫല്യസ്തജീബു ലക്കും ഇൻ കുൻതും സാദിഖീൻ. അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു അതിനെ അങ്ങേറ്റത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊന്ന് വിളിച്ച് തേടി,
ഒന്ന് കാണട്ടെ, അവർ ഉത്തരം ചെയ്യുന്നത് കാണട്ടെ. നിങ്ങൾ പറയുന്ന വാദം ശരിയാണെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്ക് ശുപാർശകരായിട്ടോ നിങ്ങൾക്ക് ഇടനിലക്കാരായിട്ടോ അല്ലെങ്കിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളുകളാണെന്നോ അതിൽ പ്രത്യേകം കഴിവുള്ള ആളുകളാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് തേടി. അവരുത്തരം ചെയ്യുന്നത് ഒന്ന് കാണട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം അതിനെ നിഷേധിച്ചുകൊണ്ട് നിരർത്ഥകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്. അപ്പോൾ അള്ളാഹുവിനെ സൃഷ്ടാവായിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഖാലിഖ് അല്ലെങ്കിൽ ഖല്ലാഖ് എന്നുള്ള നാമം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനിലുണ്ടാകുന്ന തൗഹീദിന്റെ ദൃഢത, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടൂ എന്നുള്ള ബോധ്യം അത് വളരെ ശക്തമായിരിക്കും. ഇത്രയുമാണ് ഈ നാമങ്ങളുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത നാമങ്ങൾ അൽ ഖാലിഖു, അൽ ബാരിഉ, അൽ മുസവ്വിറു. ഖാലിഖ് എന്നുള്ള നാമം കഴിഞ്ഞതിൽ പറഞ്ഞു, എന്നാൽ ഈ 3 നാമങ്ങളോട് ഒരുമിച്ച് പറയുന്ന രീതിയിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അൽ ഖാലിഖു, അൽ ബാരിഉ, അൽ മുസവ്വിർ. ആശയം പറയുകയാണെങ്കിൽ അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. പക്ഷേ ഈ 3 പേരുകൾ ഒരുമിച്ച് പറയുമ്പോൾ ഈ ഖാലിഖ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം നമ്മൾ രണ്ടാമത് പറഞ്ഞ അർത്ഥമാണ്. അതായത് കഴിഞ്ഞ ഖാലിഖ് എന്നുള്ള പദം പറഞ്ഞപ്പോൾ 2 അർത്ഥങ്ങൾ പറഞ്ഞു. മുൻമാതൃകയില്ലാതെ ഒരുക്കിയവൻ, സൃഷ്ടിക്കുന്നവൻ എന്നുള്ള പൊതുവായിട്ടുള്ള അർത്ഥം പറഞ്ഞു. രണ്ടാമത്തേത് നിർണയിക്കുന്നവൻ, തഖ്ദീർ എന്നുള്ള അർത്ഥം പറഞ്ഞു. ആ രണ്ടാമത്തെ അർത്ഥമാണ് ബാരി മുസവ്വിർ എന്നതിനോട് ചേർന്ന് ഖാലിഖ് എന്ന് പറയുമ്പോൾ കൊടുക്കുക. അൽ ബാരി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ, മുൻമാതൃകയില്ലാതെ ഒരുക്കുന്നവൻ എന്നുള്ള അർത്ഥം തന്നെയാണ്. അൽ മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപം നൽകുന്നവൻ, അള്ളാഹു ആ സൃഷ്ടിക്ക് രൂപം നൽകുന്നവൻ എന്നുള്ളതാണ് ഈ നാമങ്ങളുടെ അർത്ഥം. ഖുർആനിൽ ഒരു സ്ഥലത്ത് ഈ 3 നാമങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. സൂറത്തുൽ ഹശറിലെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു ആണ് ഖാലിഖ്, ബാരി, മുസവ്വിർ. അവനാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള നാമങ്ങൾ ഉള്ളത്. അപ്പോൾ ഖാലിഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആശയത്തിൽ ഒരുക്കുന്നവൻ, നിർണയിക്കുന്നവൻ എന്നുള്ള അർത്ഥം. ബറഅ അൽ ബാരി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ, ഒരു കാര്യത്തെ പുതുതായി കൊണ്ടുവരുന്നവൻ, ഉണ്ടാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. മുസവ്വിർ എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാക്കുന്ന സൃഷ്ടി എന്താണോ അതിന് ഏത് രൂപമായിരിക്കണം എന്ന് തീരുമാനിക്കുന്നവൻ, അവൻ്റെ ഹിക്മത്ത് അനുസരിച്ച് ഏതൊരു രൂപത്തിലാകണമെന്നോ ആ രൂപത്തെ നിർണയിക്കുന്നവൻ. ഇവിടെ ഖാലിഖ് എന്നുള്ള പൊതുവായ അർത്ഥത്തിൽ പറയുന്ന, മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ എന്ന് പറയുന്ന വാക്കിൻ്റെ തഫ്സീലുകളായിട്ട്, ആ നാമത്തിൻ്റെ വിശദീകരണമായിട്ടുള്ള നാമങ്ങളാണ് അൽ ബാരി, അൽ മുസവ്വിർ എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. കാരണം 3 ഒരേ ആശയത്തിൽ വരുന്നതാണ്. ഖൽഖ് എന്നുള്ള വിശേഷണത്തിന്റെ അകത്ത് തന്നെ വരുന്ന 3 കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഖാലിഖിനെ ഒന്ന് വിശദീകരിച്ച് പറയാനാണ് അൽ ബാരി, അൽ മുസവ്വിർ എന്നീ നാമങ്ങൾ പറയുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പോൾ ഖാലിഖ് എന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥം പറഞ്ഞു, ബാരി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ എന്നുള്ള അർത്ഥം പറഞ്ഞു. പിന്നെയുള്ളത് മുസവ്വിർ എന്നുള്ളതാണ്. മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപം നൽകുന്നവൻ എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, ശരിക്ക് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിൻ്റെ മുസവ്വിർ എന്നുള്ള നാമത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നുന്ന, അതായത് അള്ളാഹുവിൻ്റെ ആ അളമത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു നാമമാണത്. അതായത് ഈ കോടാനുകോടി മനുഷ്യർ, അതിൽ എല്ലാവരും വ്യത്യസ്ത രൂപത്തിലും കോലത്തിലും, അതിൽ സ്ത്രീയും പുരുഷനും വ്യത്യസ്ത രൂപത്തിൽ. അതുപോട്ടെ അതിനപ്പുറത്തേക്ക് ഒരുപാട് ജന്തുജീവജാലങ്ങൾ, പക്ഷികൾ പലതരത്തിൽ, മൃഗങ്ങൾ പലതരത്തിൽ. ഇനി ഒരു മൃഗം തന്നെ ഒരിനത്തിൽ വേറെ വേറെ രൂപങ്ങളിൽ, കായ്ക്കനികൾ, പഴങ്ങൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പഴം എടുത്ത് വിചാരിക്കുക, ഇപ്പോൾ ഒരു മാങ്ങയെ പറ്റി നമ്മൾ വിചാരിക്കുക, എത്ര തരത്തിലുണ്ടത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പഴത്തിനെ കുറിച്ച് പോട്ടെ, അതിന് മത്സ്യങ്ങൾ, എത്ര തരത്തിലുള്ള രൂപത്തിൽ, നിറത്തിൽ, ഇനി രുചിയിൽ വ്യത്യാസമുള്ള കായ്ക്കനികളും മത്സ്യങ്ങളും, അങ്ങനെ തുടങ്ങി. ഇനി പ്രാണികൾ, എന്ത് കാര്യം എടുത്താലും, അല്ലെങ്കിൽ വൃക്ഷങ്ങൾ, കല്ലുകൾ, പർവ്വതങ്ങൾ, ഏതൊരു കാര്യമാണെങ്കിലും അതിനെല്ലാം രൂപം നൽകുന്നവൻ, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ രൂപം നൽകിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മുസവ്വിറാണവൻ. ഓരോ കാര്യത്തിനും അതിന് യോജിച്ച രീതിയിലുള്ള രൂപം, മനുഷ്യന്റെ ജീവിതത്തിന് അവന് യോജിച്ച രീതിയിലുള്ള രൂപം. ഇപ്പോൾ ഒരു ആനയുടെ രൂപത്തിൽ, ആ ആനയുടെ വലുപ്പത്തിന് ആനയ്ക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട് അതിന് തുമ്പിക്കൈ പോലെയുള്ള ഒരു രൂപം കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ജിറാഫിന്റെ രൂപം നോക്കുകയാണെങ്കിൽ ജിറാഫിന്റെ തല ചെറുത്, ആ കഴുത്ത് നീളമുള്ള രൂപത്തിലും തല ചെറിയ രൂപത്തിലും ആക്കിയിരിക്കുന്നു. അതായത് ഓരോന്നിനും ആ യോജിച്ച രീതിയിൽ, അതിൻ്റെ ജീവിത വ്യവസ്ഥകൾക്ക് യോജിച്ച രീതിയിലുള്ള രൂപം
ഒരുക്കിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ ഇൻഫിതാറിലെ 8-ാമത്തെ ആയത്തിൽ, ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് അവൻ ഉദ്ദേശിച്ച രൂപത്തിലാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കോലത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വല്ല തീരുമാനമുണ്ടോ? ഇപ്പോൾ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ എൻ്റെ കുട്ടിയുടെ രൂപം ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ കുട്ടിയുടെ നിറം, തൊലിയുടെ നിറം, ഉയരം, രൂപം, തടി ഇതിങ്ങനെ ആയിരിക്കണം എന്നേതെങ്കിലും ഉമ്മയൊപ്പയോ തീരുമാനിക്കുന്നതാണോ? അല്ലെങ്കിൽ ഡോക്ടർ തീരുമാനിക്കുന്നതാണോ? അല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ സൂറത്തുൽ അറാഫിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ഖലഖ്നാകും സുമ്മ സവ്വർനാകും. നാം നിങ്ങളെ സൃഷ്ടിക്കുകയും പിന്നെ രൂപം കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഖലഖ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞ 2-ാമത്തെ ആശയം. ഏതാശയം? നിർണയിക്കുന്നവൻ. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിക്കുന്നു ഏത് കാര്യത്തിലായിരിക്കണം എന്നുള്ളത്, പിന്നെ അതിന് രൂപം നൽകുന്നു. അല്ലാതെ നമ്മൾ ആദ്യം പറഞ്ഞ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അർത്ഥം ശരിയാവില്ല. ഖലഖ്നാകും സുമ്മ സവ്വർനാകും, സൃഷ്ടിച്ചു പിന്നെ രൂപം നൽകി അല്ലല്ലോ. സൃഷ്ടിക്കുന്ന സമയത്ത് ആ രൂപത്തിലുണ്ട്. അവിടെ ഉദ്ദേശം അള്ളാഹു ആദ്യം നിർണയിക്കുന്നു, പിന്നെ എന്താക്കുന്നു? ആ രൂപത്തിലേക്ക് അള്ളാഹു തആല ഒരുക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള മറ്റൊരു നാമമാണ് അൽ ബാരി എന്നുള്ളത്. ബാരി എന്നുള്ള നാമത്തിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇല്ലായ്മയിൽ നിന്ന് ഒരു കാര്യത്തെ പുതുതായി ഉണ്ടാക്കി സൃഷ്ടിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് സൃഷ്ടികൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് അൽ ബരിയ എന്നുള്ളത്. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഖലീഖത്ത് എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് അൽ ബരിയത്ത് എന്ന് പറയും, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബയ്യിനയിൽ പറയുന്നത്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ. കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ അവർ നരകത്തിലാണെന്ന് പറഞ്ഞിട്ട് പറയാണ്, ഉലൈക ഹും ശർറുൽ ബരിയ, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. ഈമാനും സൽക്കർമ്മങ്ങളും ചെയ്യുന്നവർ അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ. അപ്പോൾ ബരിയത്ത് എന്ന് പറഞ്ഞാൽ ഖലീഖത്ത്, സൃഷ്ടിക്കപ്പെട്ടവർ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ നേരത്തെ ഖാലിഖിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബാരി ആയിട്ടുള്ള, നമ്മെ സൃഷ്ടിച്ച് രൂപം നൽകി ഒരുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ വിഡ്ഢിത്തവും അങ്ങേയറ്റത്തെ ബുദ്ധിയില്ലായ്മയുമാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്ത ചില ആളുകളോട് അവർ തൗബ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ബാരി എന്നുള്ള നാമം പ്രത്യേകം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയുന്ന ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളുമായിട്ട് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് അവരിൽ ചില ആളുകൾ, ചില കൂട്ടർ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. സ്വർണം കൊണ്ടെല്ലാം ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം കുറച്ചു കാലം മാറി നിന്ന സമയത്താണ് അവരങ്ങനെ ചെയ്തത്. എല്ലാവരും ഇല്ല, ഒരു കൂട്ടം ആളുകൾ. അപ്പൊ അവരോട് വന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകൾ കാണാം സൂറത്തുൽ ബഖറയിലെ 54 ആ ഭാഗത്തുള്ള ആയത്തുകൾ. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ. മൂസാ നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തിനോട് പറഞ്ഞു, സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിനോട് തന്നെ ദുൽമ ചെയ്തിരിക്കുകയാണ്, അക്രമം ചെയ്തിരിക്കുകയാണ്. ബിത്തിഖാദിക്കുമുൽ അജ്ല, ഈ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ ആരാധിച്ചതിലൂടെ. എന്നിട്ട് പറയാണ്, ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് ഈ രൂപം നൽകി നിങ്ങളെ ഒരുക്കിയ ബാരിയിലേക്ക് അഥവാ അള്ളാഹുയിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് നടക്കുക. ഇവിടെ ഫതൂബു ഇലല്ലാഹ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫതൂബു ഇല റഹ്മാൻ എന്ന് പറയാം. പക്ഷേ അവർ വേറൊരു കോലമുണ്ടാക്കി അതിനെ ഇലാഹാക്കി സ്വീകരിച്ചത് കൊണ്ട് അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങളെ ഈ രൂപത്തിൽ ഒരുക്കിയ ബാരി ആയിട്ടുള്ള അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറഞ്ഞു. ഫഖ്തുലു അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകൊള്ളുക. അതായത് അതിനുള്ള ശിക്ഷയായിട്ട് അന്ന് നിയമമാക്കിയതാണ്. അത് ചെയ്യാത്ത ആളുകളെ ഇവർക്കും വധശിക്ഷ നടപ്പിലാക്കാൻ പറഞ്ഞത്. അവിടെ വീണ്ടും പറഞ്ഞു, ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിക്കും, നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. ഫതാബ അലൈക്കും, നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ അവിടെ തൗബ ചെയ്ത് മടങ്ങാൻ പറഞ്ഞ സമയത്തും എല്ലാം ഉപയോഗിച്ച നാമം ബാരി എന്നുള്ളതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, വഫീ ഖൗലിഹി തആല,
ഹുന ഇലാ ബാരിഇക്കും, ഇവിടെ അല്ലാഹു തആല ഇലാ ബാരിഇക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് തൻബീഹുൻ ഇലാ അളമി ജർമിഹിം ഐ ഫതൂബു ഇലല്ലദീ ഖലഖകും വഖദ് അബദ്തും മഅഹു ഗൈറഹു. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണോ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ആ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം അറിയിക്കാനാണ് ബാരി എന്നുള്ള പദം ഉപയോഗിച്ചത്. സൃഷ്ടിച്ചവനിലേക്ക് മടങ്ങുക, കാരണം നിങ്ങൾ അവനോടൊപ്പം മറ്റൊരാളെ ആരാധിച്ചത് കൊണ്ട് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ വിശദീകരിച്ചു പറയാം. കാരണം അവർ ചെയ്ത ഒരു കുറ്റം അതിന്റെ ഗൗരവം അറിയിക്കാൻ നിങ്ങളെ സൃഷ്ടിച്ചവനിലേക്ക് നിങ്ങൾ മടങ്ങുക എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്, ബാരി ആണ്, അതുപോലെ തന്നെ മുസവ്വിറാണ് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലാഹു തആല ഇതിനൊക്കെ എടുത്തു പറയുന്ന ഈ മുസവ്വിർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കണം. ഈ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ അത് ആയത്തുകളെയും ഹദീസുകളെയും അടിസ്ഥാനത്തിൽ അതിൻ്റെ ഖായിദക്കകത്ത് പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഖുർആനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ആലോചിച്ച് മനസ്സിലാക്കേണ്ട ഒരു വശം കൂടി അതിനുണ്ട്. ഈ ഖായിദകൾക്ക് അപ്പുറത്തേക്ക് പോകാതെ ഈ ആയത്തുകളും ഹദീസുകളും മനസ്സിലാക്കുമ്പോൾ അതിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു നാമങ്ങളെയും നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിനെ ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ ചിന്തിക്കേണ്ട ചില ആയത്തുകളാണ് സൂറത്തുൽ ഗാഫിർ 64-65 ആയത്തുകളിൽ. അതിൽ അല്ലാഹു പറയാണ്, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, അല്ലാഹു എങ്ങനെയുള്ളവനാണ്? ഭൂമിയെ നിങ്ങൾക്ക് താമസയോഗ്യമായ രീതിയിൽ ഒരുക്കിയവനാണ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽപ്പൂരയാക്കിയവനാണ്. വസവ്വറകും ഫഅഹ്സന സുവറകും, നിങ്ങൾക്ക് രൂപം നൽകി ഏറ്റവും നല്ല രൂപത്തിൽ. നിങ്ങൾക്ക് രൂപം നൽകി ഏറ്റവും നല്ല രൂപത്തിൽ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കോലം, ബാക്കി ഓരോ ജീവികൾക്കും അവർക്ക് ഏതൊരു ജീവിത വ്യവസ്ഥയിലാണോ അവർ ജീവിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള കോലം. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ മനുഷ്യർക്കും അള്ളാഹു നൽകിയിട്ടുള്ള കോലം അവർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഒരാൾ കുള്ളനായിട്ടാണ് അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതെന്ന് വിചാരിക്കുക. ആ രൂപമാണ് അവൻ ഏറ്റവും ഹൈറായിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾ ജന്മന വൈകല്യമായിട്ടാണ് ജനിച്ചു വിചാരിക്കുക, ആ രൂപമാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും ഹൈറായിട്ടുള്ളത്. അത് പരലോകത്താണ് മനസ്സിലാവുക. കാരണം ആ കുള്ളനായ വ്യക്തി ഒരുപക്ഷെ ആ കുള്ളനായി എന്നതുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാനും ഈമാൻ ഉൾക്കൊള്ളാനും ചിലപ്പോൾ ഒരു കാരണമായിട്ടുണ്ടാകും. അവന് നല്ല ആരോഗ്യവും രൂപവും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അള്ളാഹുവിന് നന്ദികേട് കാണിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഏതൊരു കോലമാണെങ്കിലും ഇപ്പൊ ചില ആൾക്കാർ പറയും അത് മോശപ്പെട്ട രൂപമാണ്, അത് അവന്റെ കണ്ണിലാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു കോലം നൽകിയിട്ടുണ്ടെങ്കിൽ, രൂപം നൽകിയിട്ടുണ്ടെങ്കിൽ, അവന് പരലോകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ ഏറ്റവും ഹൈറായിട്ടുള്ള രൂപമായിരിക്കും അവന് നൽകിയിട്ടുണ്ടാവുക. അപ്പൊ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളെ ഒരുക്കിയവൻ. വറസഖകും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ കാര്യങ്ങൾ നിങ്ങൾക്ക് റിസ്ഖായി നൽകിയവൻ. ദാലികുമുല്ലാഹു റബ്ബുക്കും, ആ അല്ലാഹുവാണ് നിങ്ങളുടെ റബ്ബ്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു ബറക്കത്ത് നിറഞ്ഞവനാണ്. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു, അവൻ ഹയ്യാണ്, എന്നെന്നും ജീവിക്കുന്നവനാണ്, അവനല്ലാതൊരു ഇലാഹില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവനെ മാത്രം നിങ്ങൾ ഇഖ്ലാസോടുകൂടി വിളിച്ചു തേടുക, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ സൂറത്ത് ആലി ഇമ്രാനിലെ 6-ാമത്തെ ആയത്തിൽ ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ, അല്ലാഹു പറയാണ്, നിങ്ങൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ രൂപമൊരുക്കിയവനാണ് അവൻ. നമ്മൾ ആലോചിച്ച് നോക്കി, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒരു വെള്ളത്തുള്ളിയുടെ അങ്ങേയറ്റത്ത് ചെറിയ ഒരു അംശമായിട്ട് ഒരു തുള്ളി എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെങ്കിൽ അതിൽ കാണാൻ സാധിക്കും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സ്പേംസിനെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഉമ്മാന്റെ ഗർഭപാത്രത്തിലെത്തി ഒരു നിർണിത കാലം 9-10 മാസം അല്ലെങ്കിൽ എത്രയാണോ സമയം, ആ സമയം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടിക്ക് ആ ഒരു കോലത്തിൽ നിന്ന് മാറി രൂപം നൽകുന്നവനാണ് അല്ലാഹു തആല. അവൻ ഉദ്ദേശിക്കുന്ന പോലെ. എങ്ങനെയാണ് മനുഷ്യനെ അള്ളാഹുവിനെ നിഷേധിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. മനുഷ്യനോ അവന്റെ സൃഷ്ടിപ്പൊന്ന് ആലോചിച്ചാൽ മതി, അവന്റെ ശരീരം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അങ്ങനെ രൂപം നൽകിയവനാണ് അല്ലാഹു തആല.
ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹക്കീം, അവനല്ലാതെ ഇലാഹില്ല, അവൻ അസീസാണ്, ഹക്കീമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അസീസ് പ്രതാപി, ഹക്കീം യുക്തി ഉള്ളവനാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് നാമങ്ങൾ വരുമ്പോൾ വളരെ അർത്ഥമുള്ള ആശയമാണ്. ഇനി മുസവ്വിർ എന്നുള്ള നാമം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം കഴിവായിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അധികാരത്തിലുള്ള കാര്യങ്ങളിൽ അള്ളാഹു തആല വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്യുന്നവർ അവർക്ക് ഗൗരവമായ ശിക്ഷയുണ്ട് എന്നുള്ളത്. അതായത് മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപം നൽകുന്നവൻ, രൂപമുണ്ടാക്കുന്നവൻ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഈ ജീവനുള്ള ഇതുപോലെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പരലോകത്ത് ഗൗരവമേറിയ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. നോക്കൂ, സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. عن عبد الله بن مسعود رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന അശദ്ദ الناس عذابا عند الله يوم القيامة المصورون. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഏറ്റവും കടുപ്പമുള്ള ശിക്ഷ ലഭിക്കുന്ന ആളുകൾപ്പെട്ടവരാണ് മുസവ്വിറൂൻ, രൂപമുണ്ടാക്കുന്നവർ. അഥവാ സൃഷ്ടിപ്പുണ്ടാക്കുക, രൂപമുണ്ടാക്കുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം അവകാശമാണ്. അതിൽ ആരെങ്കിലും ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗൗരവമേറിയ ശിക്ഷയാണ് പരലോകത്തുള്ളത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കുക, അപ്പോൾ വിഗ്രഹങ്ങളോ പ്രതിമകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജീവനുള്ളവരുടെ ചിത്രം വരക്കൽ അതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി അതിൽ ഉൾപ്പെടുന്നവരാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അതല്ല എന്ന് പറഞ്ഞവരുമുണ്ട്. എന്തായാലും രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതിൽ ഒരു സംശയമില്ലാത്ത കാര്യങ്ങളാണ്. ഈ 3D ആയിട്ടുള്ള വിഗ്രഹങ്ങൾ, അങ്ങനത്തെയുള്ള രൂപങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് അങ്ങനെയുള്ള ഓരോ ആ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഗൗരവമുള്ള ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അശദ്ദുൻ നാസി അദാബൻ യൗമൽ ഖിയാമ അല്ലദീന യുളാഹൂന ബിഖൽഖില്ലാ. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് പോലെ മറ്റ് ഓരോന്നിനെ ഉണ്ടാക്കുന്ന ആളുകൾ നാളെ യൗമുൽ ഖിയാമയിൽ കഠിനമായ ശിക്ഷ ലഭിക്കുന്നവരാണ്. ഇനി അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ രൂപമുണ്ടാക്കുന്ന ആളുകളോട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലദീന യസ്നഊന ഹാദിഹി സുവറ യുഅദ്ദിബൂന യൗമൽ ഖിയാമ യുഖാലു ലഹും അഹ്യൂ മാ ഖലഖ്തും. ഇങ്ങനെ രൂപമുണ്ടാക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് നൽകുന്ന ശിക്ഷയിൽപ്പെട്ട ഒരു ശിക്ഷയാണ്. അവരോട് അവരുണ്ടാക്കിയ രൂപങ്ങൾ കൊണ്ടുവന്നിട്ട് പറയും, നിങ്ങൾ ഇതിനൊക്കെ ജീവൻ കൊടുക്കാൻ പറയും, നിങ്ങൾ ഇതിനൊക്കെ ജീവൻ കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല പറയും. അവർക്ക് സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, യഖൂലു റബ്ബു സുബ്ഹാനഹു, അല്ലാഹു തആല പറയും, വമൻ അദ്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു ബിഖൽഖി, എൻ്റെ സൃഷ്ടിപ്പിനെ പോലെ സൃഷ്ടിപ്പുണ്ടാക്കിയവനേക്കാൾ ദുൽമ ചെയ്തവൻ ആരാണ്? ഫലിയഖ്ലുഖു ദുർറ ഔ ലിയഖ്ലുഖു ഹബ്ബ ഔ ലിയഖ്ലുഖു ശഈറ. അവനൊന്നെങ്കിൽ ഒരു ഗോതമ്പോ അല്ലെങ്കിൽ പിന്നെ ബാർലിയോ അതുപോലെ ധാന്യങ്ങൾ എന്തെങ്കിലും അവൻ ഉണ്ടാക്കട്ടെ എന്ന് അല്ലാഹു തആല അവനെ നിന്ദിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് സാമ്യതയുള്ള രൂപത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കുക, ജീവനുള്ളവരുടെ രൂപങ്ങൾ, അത് പക്ഷിയാവട്ടെ മൃഗമാവട്ടെ മനുഷ്യനാവട്ടെ അങ്ങനെയുള്ളവരുടെയൊക്കെ രൂപമുണ്ടാക്കുക എന്നുള്ളത് ഗൗരവമുള്ള പരലോകത്ത് വളരെ കടുത്ത ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. ഇനി ഈ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞ 3 നാമങ്ങളുണ്ടല്ലോ, ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ എന്നുള്ളത്. അതിൽ അൽ ബാരി എന്നുള്ള നാമം അള്ളാഹുവിന് മാത്രം ചേർത്തി പറയാൻ പറ്റുന്ന നാമമാണ്. അതായത് വേറൊരാൾക്കും ആ ബാരി എന്നുള്ളത് മാത്രമായിട്ട് പറയാം. അബ്ദുൽ ബാരി എന്ന് പറയാം, പക്ഷേ ബാരി എന്നുള്ളത് മാത്രമായി വേറെ ഒരാൾക്കും പറയാൻ പറ്റാത്ത നാമമാണ് അൽ ബാരി. അതായത് അള്ളാഹിൻ്റെ നാമങ്ങളിൽ ഇപ്പോൾ നാമങ്ങൾ മാത്രമായി പറയാൻ പറ്റുന്നതുമുണ്ട്, പറയാൻ പറ്റാത്തതുണ്ട്. ഇപ്പോൾ അള്ളാഹ് എന്നുള്ള പേര് ഒരാൾക്ക് ഇടാൻ പറ്റൂല. അതുപോലെ അർ റഹ്മാൻ എന്നുള്ളത് മാത്രമായിട്ട് ഇടാൻ പറ്റൂല. അതേസമയത്ത് റഊഫ്, റഹീം പോലുള്ള നാമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ടും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ നാമങ്ങളിൽ ഇപ്പോൾ ഖാലിഖ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആശയത്തിൽ, രണ്ടാമത്തെ ആശയത്തിൽ ഒരുക്കുന്നവൻ, രൂപം മാറ്റി ഒരുക്കിയവൻ എന്നുള്ള അർത്ഥത്തിൽ പറയാം. മുസവ്വിർ എന്നുള്ളത് രൂപമുണ്ടാക്കുന്ന ആളൊക്കെ മുസവ്വിറാണ്. ഒരു സൂറ ഉണ്ടാക്കുന്നവർക്ക് മുസവ്വിർ എന്നുള്ള പേരിൽ പറയാം, ആ രീതിയിൽ ചേർത്തി പറയാം. പക്ഷെ ബാരി എന്നുള്ള നാമം ഒരു തരത്തിലും
വേറെ ഒന്നിലേക്കും ചേർത്തി പറയാൻ പറ്റില്ല. അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മുൻമാതൃകയില്ലാതെ ഇല്ലായ്മയിൽ നിന്ന് ഒരു കാര്യത്തെ പുതുതായി പടച്ചുണ്ടാക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതൊരവസ്ഥയിലും വേറെ ഒന്നിലേക്കും ചേർത്തി പറയാൻ പറ്റാത്ത നാമമാണ് അൽ ബാരി എന്നുള്ളത്. അപ്പോൾ ഈ നാമങ്ങളാണ് ഇതെല്ലാം ഖാലിഖ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് തന്നെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാമങ്ങൾ മനസ്സിലാക്കുന്നവർ ഒരിക്കലും അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനോട് ദുആ ചെയ്യുകയോ ഇബാദത്ത് ചെയ്യുകയോ അള്ളാഹുൽ പങ്കു ചേർക്കുകയോ ചെയ്യില്ല, യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ. എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ടും ചെയ്യുന്നവർ അവർ വലിയ ദുൽമാണ് ചെയ്യുന്നത്. അവരുടെ ബുദ്ധി അത്രത്തോളം തിരിഞ്ഞു പോയതുകൊണ്ടാണ് ഖാലിഖ് അള്ളാഹു ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മഖ്ലൂഖിനെ ആരാധിക്കുന്നത്. അള്ളാഹു തആല ശിർക്കിൻ്റെ എല്ലാവിധ അംശങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.